So, good morning to everyone. നമ്മൾ ഇന്ന് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഫസ്റ്റ് റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നിവിടെ ക്ലാസ് എടുക്കുന്നത് ചേലക്കര പോളിടെക്നിക്കിലെ ശ്രീ സജിത് സാറാണ്. സാർ ഈ സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്ത് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള സാറാണ്. ഇവിടെ പാനലിസ്റ്റായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് ചേലക്കര പോളിടെക്നിക്കിലെ ലെക്ചർ വിഷ്ണു, അതുപോലെ ആറ്റിങ്ങൽ പോളിടെക്നിക്കൽ കോളേജിലെ ലെക്ചർ ഷൈൻ സാർ. അതുപോലെ തന്നെ ഇതിനുള്ള എല്ലാ സഹകരണങ്ങളും ചെയ്തത് GPTC മഞ്ചേരിയിലെ HOD ശ്രീ അനൂപ് സാറാണ്, അതുപോലെ അസാക്കുമാണ്. അപ്പോൾ ഈ ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് 3 മൊഡ്യൂളുകളിലെ BME-യുടെ റിവിഷനാണ്. മൊഡ്യൂൾ 3യുടെ റെഗുലർ ക്ലാസ്സിൻ്റെ വീഡിയോ ഓൾറെഡി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ബാക്കിയുള്ള മൊഡ്യൂളുകളിലെ റിവിഷൻ ഇന്നും മൺഡേയുമായിട്ട് 4 ക്ലാസ്സുകളായാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങുന്നതിനായി ശ്രീ സജിത് സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. ഓക്കെ, താങ്ക് യു വിഷ്ണു സാർ, താങ്ക് യു ഷൈൻ സാർ. നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൻ്റെ എല്ലാ ഓൺലൈൻ ക്ലാസ്സുകളിലെയും കോർഡിനേറ്ററായ ബഹുമാനപ്പെട്ട മഞ്ചേരി പോളിടെക്നിക്കൽ HOD അനൂപ് സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. അതേപോലെ നമ്മുടെ സിക്ടറിന് ഒരുപാട് നന്ദി പറയുന്നു. കാരണം നമ്മുടെ അസാപ്പിൻ്റെ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് ഈ ഒരു ടഫായ സിറ്റുവേഷനിൽ നമ്മുടെ അടുത്ത് വരുന്ന റിക്വയർമെൻ്റ് അനുസരിച്ച് തന്നെ നമുക്ക് ധാരാളം ഓൺലൈൻ ക്ലാസ്സുകൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അധ്യാപകരുടെ അടുത്ത് വന്ന് സംശയം ക്ലിയർ ചെയ്യാവുന്ന അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഈ മാധ്യമത്തിലൂടെ ഡയറക്റ്റ് ക്ലാസ്സും ഇതിൻ്റെ മെറ്റീരിയലും ഇതിൻ്റെ റെക്കോർഡിംഗ് വഴി ഉപകാരപ്പെടുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. അതിനോട് സെക്ടറിനോടും ബന്ധപ്പെട്ട എല്ലാ അധികാരികളോടും ഒരു അധ്യാപകൻ എന്ന നിലയിൽ വളരെ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ റിവിഷൻ ക്ലാസ് നമ്മൾ നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ കോഴ്സായ BME ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻ ടുഡേസ് ക്ലാസ് in today's session, actually BME is a very simple content, and we'll be doing an overview in 2 ways. Okay? And we will see how you have to prepare for these courses. For that specific outcomes are there in your syllabus, and we will be just guiding you because a lot of you are in your just S3 semester and you have just completed the second semester, so you will not be knowing that. So we'll be seeing what is the specific outcome, what the importance of that, and then we will see the contents of module 2 one by one. One is quite familiar content, steam and its uses. Then we have a particular section from steam boilers. So that is the major content of our second module, and there is a small section on classification and working of steam engines. So although this is a very old topic, but all of us know that the invention of steam engine and its use in the industrial area changed the mankind forever. Okay? So that propelled a lot of changes. So we'll be just seeing that. Okay? So let us see our syllabus overview. If we are talking about mechanical engineers, in 3-year diploma course, you will be becoming a mechanical engineer, a professional mechanical engineer. So you will be coming across into various job profiles. അപ്പോൾ നിങ്ങൾ പോകുന്ന ജോലിയുടെ മേഖലകൾ പൊതുവെ മെയിൻ്റനൻസ് ഒരുപാട് പേര് പോകുന്ന മേഖലയാണ്. പിന്നെ മാനുഫാക്ചറിങ്, അത് നിങ്ങൾ ഒരുപാട് പേര് ആ മേഖലയിൽ ജോലിക്ക് പോകും. പിന്നെ ഡിസൈൻ, അനാലിസിസ്, ക്വാളിറ്റി കൺട്രോൾ. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നുണ്ട്, കേരളത്തിൽ ഒരുപാട് 3-year ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള മെക്കാനിക്കൽ സ്റ്റുഡൻസ് പോകുന്നത് ക്വാളിറ്റി കൺട്രോൾ ഫീൽഡിലേക്കാണ്. പിന്നെ സർവീസ് സെക്ടർ, ഇതാണ് സാധാരണ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ എൻട്രി ചെയ്യുന്ന ജോബ് കാഡേഴ്സ്, അല്ലെങ്കിൽ സ്വയം അവർ എന്തെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട ഒരു മേഖലയിലാണ് പൊതുവെ തുടങ്ങാറുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്കൊരു ചെറിയൊരു തുടക്കം നൽകുക എന്നതാണ് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന നിങ്ങൾ പഠിക്കുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ തനതായ ആദ്യത്തെ സബ്ജക്റ്റ്. ഫസ്റ്റ് ഇയറിൽ ഇത് മാത്രമാണ് തനതായ സബ്ജക്റ്റ് ഉള്ളൂ.
വർക്ക്ഷോപ്പ് ഗ്രാഫിക്സ് ബാക്കി ടോപ്പ് കോഴ്സുകളൊക്കെ വേറൊരു കാറ്റഗറിയിലാണ് നമുക്ക് പെടുത്താൻ സാധിക്കുക. അതിൽ നോക്കുമ്പോൾ ഈ എല്ലാ മേഖലയിലേക്കും പ്രൊഡക്ഷൻ ടെക്നോളജി, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ഡിസൈൻ അനാലിസിസ്, ക്വാളിറ്റി കൺട്രോൾ, യുവർ പവർ ജനറേഷൻ, ഇതെല്ലാ മേഖലയിലേക്കും വേണ്ട ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങൾ തരുന്ന ഒരു കണ്ടന്റ് ആണ് നമ്മുടെ BME മനോഹരമായി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ മൊഡ്യൂൾ 1 അത് പ്രോപ്പർട്ടീസ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് certain selected metals and alloys. In proper module 2, you'll be seeing about steam and its how it's being made, and an example through how it's being used. Then module 3 നമ്മുടെ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. IC എൻജിൻസിന്റെ ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളാണ്. മൊഡ്യൂൾ 4 പവർ പ്ലാന്റ്സ്, അത് കൺവെൻഷണൽ നോൺ കൺവെൻഷണൽ പവർ പ്ലാന്റ്സിന്റെ എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കുക. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലാണ് സിലബസ് ചെയ്തതെങ്കിലും നമ്മൾ കാണുന്നത് ഒരുപാട് സ്റ്റുഡൻസ് എക്സാം പാറ്റേൺ മനസ്സിലാക്കാത്തത് കൊണ്ട് ഇതിൽ എക്സാമിന് ഫെയിൽ ആവുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇതിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ചില നോളേജ് ഉണ്ട്, ചില സ്കില്ലുകളുണ്ട്. അത് നിങ്ങൾ എങ്ങനെയോ കുറച്ചെങ്കിലും നമ്മളത് ഇന്റർവ്യൂ സ്റ്റേജിലൊക്കെ കുട്ടികളുടെ പെർഫോമൻസ് നോക്കുമ്പോൾ മനസ്സിലാവും. ക്യാമ്പസ് ഇന്റർവ്യൂവിലും ജോബ് ഇന്റർവ്യൂസിലൊക്കെ അത് വേണ്ട രീതിയിൽ ആ ബേസിക്സ് കയ്യിൽ വെച്ചിട്ടില്ല എന്ന് തന്നെയാണ് അങ്ങനത്തെ ചില ഒക്കേഷനെങ്കിലും നമുക്ക് മനസ്സിലാക്കുന്നത്. അതിന്റെ മെയിൻ റീസൺ നമ്മുടെ സിസ്റ്റത്തിൽ വളരെ നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട്. സ്പെസിഫിക് ഔട്ട്കം എന്ന് പറഞ്ഞ് സിലബസിനെ വെൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു എക്സാമ്പിളിന് മൊഡ്യൂൾ 2ന്റെ സ്പെസിഫിക് ഔട്ട്കം നോക്കാം. 8 സ്പെസിഫിക് ഔട്ട്കം ആണുള്ളത്. ആദ്യത്തെ 2 സ്പെസിഫിക് ഔട്ട്കമും നമുക്ക് പൊതുവായിട്ട് പറയാവുന്നത് സ്റ്റീം റിലേറ്റഡ് ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റീമിന്റെ പോയിന്റ് മാത്രമാണ്. പിന്നെ നിങ്ങൾക്ക് പറയാവുന്ന സ്പെസിഫിക് ഔട്ട്കം നമ്മുടെ ബോയിലർ റിലേറ്റഡ് ആണ്. ബോയിലർ റിലേറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക് ഔട്ട്കം, അത് സ്റ്റീം ബോയിലറിന്റെ ക്ലാസിഫിക്കേഷൻ, മെയിൻ ആയിട്ടുള്ള ഒരു സെറ്റ് ക്ലാസിഫിക്കേഷനാണ് ഫയർ ട്യൂബ്, വാട്ടർ ട്യൂബ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങളത് പഠിക്കും, അതിൻ്റെ കമ്പാരിസൺ പഠിക്കും. പിന്നെ ബോയിലറിൽ വേണ്ട കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ബോയിലർ വർക്കിങ്ങിൽ വേണ്ട ഇൻസ്ട്രുമെന്റ്സ്, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് വേറൊരു കാറ്റഗറി ആയിട്ട് വരും, സ്റ്റീം യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ. അത് നമ്മൾ ഒരു ബേസിക് ലെവൽ തന്നെ സ്റ്റീം എഞ്ചിൻ എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഇതിൽ പഠിക്കുക. എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് നോളേജ് ഉണ്ടായിരിക്കും. അതാണ് ഇതിന്റെ ഔട്ട്കം. അത് എന്തൊക്കെ നോളേജ്, എന്തൊക്കെ മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ ഉള്ളിൽ വെക്കേണ്ടത്, അതാണ് നിങ്ങളുടെ സ്പെസിഫിക് ഔട്ട്കം എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് തന്നെയാണ് നിങ്ങളുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലും നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. ഈ സെഷന്റെ അവസാന 5 മിനിറ്റിൽ നമ്മൾ 2015 റിവിഷൻ BME സിലബസ് ആണ് നമ്മളെല്ലാവരും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഈ സെക്ഷനിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കാണും. അതിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ 8 പോയിന്റ് എന്നല്ലാതെ ഒരു ക്വസ്റ്റ്യൻ വരെ എക്സാമിനേഷൻ ചോദിക്കില്ല. ഇതേ കാര്യങ്ങൾ തന്നെയാണ്, ഇതിന്റെ കാര്യങ്ങൾ മാത്രമാണ് വീണ്ടും മാറി വേറെ രീതിയിൽ ഓരോ കണ്ടന്റ് മാറി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതാണ് ഈ ഒരു ടോപ്പിക് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഉണ്ടാവുന്ന നോളേജ്. ഇതിൽ യാതൊരു ന്യൂമറിക്കൽ പ്രോബ്ലംസും ഇല്ല, എല്ലാം പൊതുവെ മനസ്സിലാക്കേണ്ട ഫണ്ടമെന്റൽ ആയ കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ അതിലേക്ക് നമുക്കൊന്ന് ഒരു 50 മിനിറ്റിൽ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് വേണ്ട ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചാറ്റ് ബോക്സ് വഴി പോസ്റ്റ് ചെയ്തോളൂ, സാധിക്കുന്നത്ര ക്ലിയർ ചെയ്യാം. ഈ മെറ്റീരിയൽ നിങ്ങളുടെ എല്ലാ കോളേജിലേക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ലെക്ചേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് വേണ്ട ഒരു ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും കണ്ടന്റിലേക്ക് സ്വാഗതം. വി ഓൾ നോ വാട്ട് ഈസ് സ്റ്റീം. ഇറ്റ് ഇസ് എ ഗ്യാസിയസ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ. നോർമൽ കണ്ടീഷനിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡ് ആണല്ലോ, അതിൻ്റെ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ് സ്റ്റീം. വാട്ടറിനെ ബോയിലിംഗ് ചെയ്യുക അല്ലെങ്കിൽ എവോപ്പറേറ്റ് ചെയ്യുക, അപ്പോഴാണല്ലോ സ്റ്റീം കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ സാധാരണഗതിയിൽ വാട്ടർ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ വാട്ടർ ലിക്വിഡ് ആണെന്ന് പറഞ്ഞു, അതിനെയാണ് സബ്കൂൾഡ് വാട്ടർ എന്ന് പറയാം. അപ്പോൾ ഒരു എക്സാമ്പിളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ചെറിയൊരു ബീക്കർ ഉണ്ടെന്ന് വരച്ചോളൂ. എ സ്മോൾ ബീക്കർ, a small open beaker is there.
in which we are pouring some water. നമ്മൾ കുറച്ച് വെള്ളം ആ ബീക്കറിൽ ഒഴിച്ചു വെക്കുക. We have some water. Now we are heating this water. We are providing heat to this water. നമ്മൾ ഹീറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഹീറ്റ് കൊടുക്കുന്നു. അപ്പോൾ എന്തുണ്ടാവുന്നു? വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കൂടും. അങ്ങനെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കൂടുക എന്ന് പറഞ്ഞാൽ ലിക്വിഡ് കണ്ടീഷനിലുള്ള വാട്ടർ മോളിക്യൂൾസിന് എനർജി കിട്ടും, അവരുടെ മോളിക്കുലാർ മൊമെൻറ്റം കൂടും. മോളിക്കുലാർ മൊമെൻറ്റം കൂടുക അല്ലെങ്കിൽ മോളിക്കുലാർ കൈനറ്റിക് എനർജി കൂടുക എന്ന് പറഞ്ഞാൽ അതാണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ആയിട്ട് റിഫ്ലക്റ്റ് ആവുക. അങ്ങനെ ഇപ്പോൾ ഒരു 30 ഡിഗ്രി സെൽഷ്യസ് 1 അറ്റ്മോസ്ഫിയർ പ്രഷറിലുള്ള വാട്ടറാണ് നമ്മുടെ ആദ്യം ഈ ബീക്കറിൽ ഉണ്ടായിരുന്നതെന്ന് വെച്ചോളൂ. അതിലേക്ക് ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ സാവധാനം കൂടും. 100 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഈ ഒരു കണ്ടീഷനിൽ ടെമ്പറേച്ചർ കൂടുള്ളൂ. 100 ഡിഗ്രി സെൽഷ്യസിനെ പറയുന്ന പേര് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്നാണ്. ആ കണ്ടീഷനിൽ എത്തിയാൽ വാട്ടർ ബോയിൽ ചെയ്യും. ബോയിലിംഗ് കണ്ടീഷന് താഴെയുള്ള കണ്ടീഷനിൽ താഴെയുള്ള ടെമ്പറേച്ചറിലുള്ള വാട്ടറിനെ നമ്മളൊക്കെ ജനറലി കാണുന്ന ആ വാട്ടറിനെ പറയുന്ന പേരാണ് സബ് കൂൾഡ് വാട്ടർ. ഓക്കെ, ദെൻ ബോയിലിംഗ് കണ്ടീഷൻ ആകുമ്പോൾ നമുക്കറിയാം സബ് കൂൾഡ് വാട്ടറിന് ടെമ്പറേച്ചർ കൊടുത്താൽ അത് സബ് കൂൾഡ് വാട്ടറിന് ഹീറ്റ് കൊടുത്താൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ബോയിലിംഗ് പോയിന്റ് വരെ ഇൻക്രീസ് ആവുള്ളൂ. അങ്ങനെ ബോയിലിങ്ങിന് തയ്യാറായി നിൽക്കുന്ന വാട്ടറിനെ പറയാം സാച്ചുറേറ്റഡ് വാട്ടർ. അത് ബോയിലിങ്ങിന് തയ്യാറാണ്. ഇനി നിങ്ങൾ അതിലേക്ക് ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ കൂടില്ല, മോളിക്കുലാർ മൊമെൻറ്റം അങ്ങനെ ഉണ്ടാവില്ല. നേരെ മറിച്ച് ആ ലിക്വിഡ് മോളിക്യൂൾസ് ഗ്യാസ് മോളിക്യൂൾസ് ആവാനായിട്ടുള്ള എനർജി അറ്റൈൻ ചെയ്യാനായിട്ട് ആ ടെമ്പറേച്ചർ യൂസ് ചെയ്യും. അങ്ങനെ liquid water molecules will be converted to vapor, and that is your steam. During this process, that process is called vaporization, evaporation, conversion of liquid to gas. During that phase change, it's a phase change. During that phase change, temperature will remain constant. So water at boiling condition is your saturated water. When heat is provided to that, there will not be any temperature change provided pressure is constant, and phase change will happen, evaporation will happen. Okay, so then we will be having we are continuing to give heat. All the water molecules, all the saturated water is being converted to steam. Initially you will be having wet steam. The name itself is giving you the idea. Wet steam means steam with water content. There is water content, there is steam content. That is your wet steam. Then if you are continuing to provide heat, then all the water molecules will be converted to steam. Then that means saturated steam. There is no water content. So initially you had subcooled water, you are giving heat, its temperature increased up to boiling condition, then you are giving heat, then phase change happen. Okay, so the water which is just undergoing the phase change, is just going to undergo the phase change, is called saturated water. And when phase change is happening, steam will be there. Initially wet steam will be there. When all water molecule will be converted to steam, it's called saturated steam or dry steam. There will not be any water content, there will be only steam content. So that is the aspect of your saturated steam. Now you have saturated steam, you have dry steam. There is no water content, only steam molecules are there. And please see, this steam will be having temperature at boiling temperature. Okay, in case of water it will be having 100 degrees Celsius. Now you are giving heat, then its temperature will shoot up. That process is called superheating. Superheating. When you are heating saturated steam at constant pressure, as per Charles' law, your steam temperature will rapidly increase. That process is called superheating. Superheating, heating of saturated steam, which will cause
rapid increase in temperature, and you will be having steam which is not having any water content but having temperature much above the boiling point. That is called superheated steam. In our applications of steam, we will be using superheated steam. In industrial level, superheated steam will have high quality heat content. Its temperature pressure will be much higher than boiling condition, and obviously this will be applied in your practical applications. Now, what are the uses of this steam? Power generation. Thermal power plant uses the steam as the medium for power generation. Boiler will be the which will produce steam. That steam is fed to a steam turbine, where that steam, its energy will be utilized for rotation of the rotor of the boiler, rotor of the rotor of the turbine, rotation of the rotor of the turbine, and you will be getting power, and that power is used to drive rotor of a generator. Electricity will be produced. And process heating, in many processes, steam is being used as a good heating element. Okay, so in order to carry any process, you can use steam to provide the heating. Best example is hotels where boilers are used for cooking nowadays. There will be a boiler, steam will be produced in that, and that high temperature, high pressure steam is fed to various locations where utensils, കുക്കിംഗ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഈ സ്റ്റീം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആ പാത്രങ്ങൾ വെച്ചിരിക്കുന്ന ഏരിയയിൽ. അങ്ങനെ ആ സ്റ്റീം ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നല്ല ഹോട്ടലുകളിലൊക്കെ കുക്കിംഗ് നടക്കുന്നത്. ദെൻ സ്റ്റെറിലൈസേഷൻ, നമുക്കറിയാം മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ കേസിലൊക്കെ നമുക്ക് വളരെ നന്നായി അറിയുന്ന കേസാണ്. ഇപ്പൊ പുതിയൊരു മേഖലയാണ് സോയിൽ സ്റ്റെറിലൈസേഷൻ. സോയില് നിങ്ങൾ പ്രത്യേകിച്ച് ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയറിൽ ഇപ്പോൾ ഒരുപാട് കൾട്ടിവേഷൻ ഉണ്ട്. അതിൽ ഗ്രീൻ ഹൗസ് ടെക്നോളജിക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് സോയിൽ സ്റ്റെറിലൈസ് ചെയ്യണം. സ്റ്റീം ബെസ്റ്റ് സ്റ്റെറിലൈസേഷൻ ഏജന്റ് ആണ്. ദെൻ ഹ്യൂമിഡിഫിക്കേഷൻ, നമ്മുടെ ഹ്യൂമിഡിറ്റി എന്നുള്ളൊരു കാര്യം നമ്മുടെ കംഫർട്ടിന് ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഓഫ് എയർ. അതിൽ ചില സ്ഥലങ്ങളിൽ ഔട്ട്സൈഡ് എയർ വളരെയധികം ഹ്യൂമിഡിറ്റി കുറവായിരിക്കും. അതിന് ഹ്യൂമിഡിറ്റി കൂട്ടാനായിട്ട് നമുക്ക് സ്റ്റീം യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലൊക്കെ സ്റ്റീം യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻ, കുക്കിംഗ്, അയേണിങ്, ഇതിലൊക്കെ സ്റ്റീം യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊപ്പൽഷൻ, നമുക്ക് സ്റ്റീം എഞ്ചിൻ തൊട്ട് അറിയാവുന്ന കാര്യമാണ്. പ്രൊപ്പൽഷന് സ്റ്റീം യൂസ് ചെയ്യുന്നുണ്ട്. അറ്റോമൈസേഷൻ ഒരു ചെറിയൊരു മേഖലയാണ്. ഫ്യൂവൽസിനെ ആറ്റോമൈസ് ചെയ്യുകയാണെങ്കിൽ ആ ഫ്യൂവൽസിന്റെ ബേണിംഗ് എഫിഷ്യൻസി ഹൈ ആയിരിക്കും. അപ്പോൾ ചില ടൈപ്പുള്ള സിന്തറ്റിക് ഫ്യൂവലിന്റെ കൂടെ ബേണേഴ്സിൽ സ്റ്റീമും കൊടുക്കാറുണ്ട്. നമുക്ക് അത്ഭുതം തോന്നും. ഇത് സെർച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ആറ്റോമൈസേഷൻ, ഫ്യൂവൽ ആറ്റോമൈസേഷൻ ഒരു സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ആണ് സ്റ്റീമിന്റെ. ദെൻ പ്രൊഡക്റ്റ് ഡ്രൈയിങ്, ഇപ്പോൾ വുഡ് പോലത്തെ പ്രൊഡക്റ്റുകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മുടെ വേറെ കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകൾ, അതിലൊക്കെ എനിക്ക് ഡ്രൈ ചെയ്യാനായിട്ട് സ്റ്റീം നല്ല ഒരു ഏജന്റ് ആണ്. ഓക്കെ, സോ ദീസ് ആർ ദി യൂസസ് ഓഫ് ദി സ്റ്റീം. ഇത് നോക്കൂട്ടോ, നമ്മൾ രണ്ട് സ്പെസിഫിക് ഔട്ട്കം കഴിഞ്ഞു. വി ഹാവ് ഡിഫൈൻഡ് സ്റ്റീം, വി ഹാവ് സീൻ ഇറ്റ്സ് യൂസസ്, ആൻഡ് വി ഹാവ് സീൻ വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റീം. ഇത് നിങ്ങൾക്ക് എത്രയോ എക്സാമ്പിൾ മാറി മാറി ചോദിക്കേണ്ടതെന്ന് അറിയോ? ഇതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഏരിയ, ഈ രണ്ട് സ്പെസിഫിക് ഔട്ട്കം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്പെസിഫിക് ഔട്ട്കമ്മിലേക്ക് പോവാം. സ്റ്റീം ബോയിലർ എന്നുള്ളതാണ് ആ സ്പെസിഫിക് ഔട്ട്കം. സ്റ്റീം ബോയിലർ നമുക്ക് എല്ലാവർക്കും അറിയാം. വാട്ടറിനെ ബോയിൽ ചെയ്ത് സ്റ്റീം ഉണ്ടാക്കുന്ന ഒരു ഡിവൈസിന് നമുക്ക് സ്റ്റീം ബോയിലർ എന്ന് പറയാം. പൊതുവെ ഇൻഡസ്ട്രിയിൽ അത് സ്റ്റീം ജനറേറ്റർ എന്നൊക്കെ പറയും. കാരണം ഒരു ബോയിലറിന് ചിലപ്പോൾ ഒരു പക്ഷേ സാച്ചുറേറ്റഡ് സ്റ്റീം ഒക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ. അതിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന വേറൊരു എക്സ്ട്രാ ഡിവൈസ് ഉണ്ട്, സൂപ്പർ ഹീറ്റർ. നമ്മൾ കണ്ടു സൂപ്പർ ഹീറ്റിംഗ് കണ്ടു. സൂപ്പർ ഹീറ്റർ വിച്ച് വിൽ ഡു ദ സൂപ്പർ ഹീറ്റിംഗ് ഓഫ് സ്റ്റീം പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ബോയിലർ. അങ്ങനെ ആ സൂപ്പർ ഹീറ്ററും ബോയിലറും ചേർത്ത് അതിന് സ്റ്റീം ജനറേറ്റിംഗ് യൂണിറ്റ് എന്നാണ് പൊതുവെ ഇൻഡസ്ട്രിയിൽ പറയാം. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കണ്ടന്റ് ആണ്. അതിലേക്ക് എന്തൊക്കെ ഇൻപുട്ട് വേണ്ടി വരിക? വാട്ടർ ഇൻപുട്ട് കൊടുക്കണം, ഫ്യൂവൽ ഇൻപുട്ട് കൊടുക്കണം. ഫ്യൂവൽ ബേൺ ചെയ്തുള്ള ഹീറ്റ് എനർജി ഉപയോഗിച്ച് വാട്ടറിനെ ബോയിലിംഗ് ചെയ്ത് സ്റ്റീം ആക്കി മാറ്റും. അതാണ് ഒരു ബോയിലർ, സ്റ്റീം ബോയിലർ. അതിന്റെ മെയിൻ ബോഡീനെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഈ ബോഡീനെ പറയുന്ന പേരാണ് ബോയിലർ ഷെൽ. എവിടെയാണോ നമ്മുടെ ഫ്യൂവൽ ബേൺ ചെയ്യുന്നത് അതിനെ പറയുന്ന പേരാണ് കമ്പസ്റ്റൻ ചേംബർ. ഇനി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതിൽ മെയിനായിട്ട് നമ്മൾ എത്തി നിൽക്കുക ബോയിലർ മൗണ്ടിങ്സ്,
ബോയിലർ ആക്സസറീസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ബോയിലറിന്റെ വർക്കിങ്ങിന് സ്റ്റീമും വാട്ടറും ഫ്യൂവലും മാത്രം പോരാ. വാട്ടർ ആൻഡ് ഫ്യൂവൽ മാത്രം വെച്ച് നമുക്ക് സ്റ്റീം ഉണ്ടാക്കി അതിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സേഫ്റ്റി വാൽവ്, അവിടെ സ്റ്റീം പ്രഷർ എക്സസ് ആണെങ്കിൽ അതിനെ റിലീസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ വേണം, അല്ലെങ്കിൽ അത് എക്സ്പ്ലോഡ് ചെയ്യും അല്ലേ. ഇപ്പൊ നമ്മളൊരു പ്രഷർ കുക്കർ, അത് ഒരു ബോയിലറിന്റെ ഒരു സിംപ്ലിഫൈഡ് ഫോമായി വിചാരിക്കാം. അതിലൊരു വിസിൽ എന്ന് പറയുന്ന ഒരു പോപ്പപ്പ് മെക്കാനിസം ഉണ്ട് അല്ലെ. ഉള്ളിലത്തെ പ്രഷർ വളരെയധികം ഉണ്ടെങ്കിൽ അത് ജമ്പ് ചെയ്ത് കുറെ സ്റ്റീമിനെ റിലീസ് ചെയ്യും അല്ലെ. അതൊരു സേഫ്റ്റി വാൽവ് ആണ്. ഓക്കെ, പ്രഷർ റിലീഫ് വാൽവ് എന്നൊക്കെ അതിനെ വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ അങ്ങനത്തെ മെക്കാനിസം വേണം. ഇങ്ങനെ സ്റ്റീം ബോയിലർ ഷെല്ലില് ഡയറക്ട്ലി ഫിറ്റ് ചെയ്തിട്ടുള്ള, ഇവിടെ ഒരു ഗേജ് നിങ്ങൾക്ക് കാണാം. അവിടെ സ്റ്റീം സെക്ഷനിൽ എത്ര പ്രഷർ ഉണ്ട് എന്ന് കാണിക്കുന്ന ഗേജ് ആണ്. ഇതൊക്കെ ബോയിലർ മൗണ്ടിങ്സ് ആണ്. ബോയിലർ മൗണ്ടിങ്സ്, ബോയിലറിൽ ഡയറക്ട്ലി ഫിറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ബോയിലർ മൗണ്ടിങ്. ഇനി ഈ സ്റ്റീം പൈപ്പിൽ നിന്നുള്ള സ്റ്റീം ഒരു സൂപ്പർ ഹീറ്റർ കൂടെ കടന്നു പോകും. സൂപ്പർ ഹീറ്റർ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടി നിങ്ങൾക്ക് അപ്ലിക്കേഷന് വേണ്ട സ്റ്റീം ഉണ്ടാക്കും. ഇത് നമ്മുടെ ബോയിലർ ഷെല്ലിലെല്ലാം മൗണ്ട് ചെയ്തിരിക്കുന്നത് സ്റ്റീം പൈപ്പിലാണ്. അതേപോലെ ബോയിലറിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യാൻ ഒരു പമ്പ് ഉണ്ടാവും. അത് ബോയിലറിന്റെ ഷെല്ലിലല്ല വെച്ചിരിക്കുക, കുറച്ചൊന്ന് മാറി വേറെ ഏതോ ഒരു സ്ഥലത്താണ് വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ ബോയിലർ ഷെല്ലിൽ അറ്റാച്ച് ചെയ്യാത്ത പക്ഷെ ബോയിലറിന്റെ വർക്കിങ്ങിന് വേണ്ട ഒരുപാട് ഗാഡ്ജറ്റ്സ് ഉണ്ട്. അവരെ ബോയിലർ ആക്സസറി എന്ന് വിളിക്കാം. ഇത് നമ്മൾ കൂടുതൽ ലാസ്റ്റിൽ കാണും. ലെറ്റ് us see first classification of the boiler. It is a basic section where you need some idea, and this is definitely frequently asked in your examination. We will be seeing all the question paper asked in revision 2015 pattern, and all the major questions we will be seeing, and you will see that all are from specific outcome. Prepare for the specific outcome content, and you will be having the knowledge. And if you are expressing that knowledge in a written way using the drawings, then you will be getting very good grades in exam 2. ഓക്കെ, നമുക്ക് എല്ലാവർക്കും സ്കില്ലുണ്ട്. ആ സ്കില്ല് ഉപയോഗിച്ച് എക്സാമിനേഷനിൽ പെർഫോം ചെയ്യാനും ഭാവിയിൽ ആ സ്കില്ല് നിങ്ങളുടെ ജോബിൽ അപ്ലൈ ചെയ്യാനാണ് നമ്മൾ നല്ല പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു കാര്യം നോക്കുമ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബോയിലർ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ഫയർ ട്യൂബ് ബോയിലർ, വാട്ടർ ട്യൂബ് ബോയിലർ നമ്മളിപ്പോൾ കാണാൻ പോവാണ് കേട്ടോ. ഇന്റേണലി ഫയർഡ്, എക്സ്റ്റേണലി ഫയർഡ് ബോയിലർ, അനദർ ക്ലാസിഫിക്കേഷൻ. നിങ്ങളൊരു 6 ക്ലാസിഫിക്കേഷനെങ്കിലും 6 പേരെങ്കിലും നിങ്ങൾ പഠിക്കണം കേട്ടോ. സാധാരണ ക്വസ്റ്റ്യൻസിൽ 6 എണ്ണെങ്കിലും ലിസ്റ്റ് ഔട്ട് ചെയ്യണം. നമ്മൾ 8 എണ്ണം പറയുന്നുണ്ട്. എല്ലാം സിമ്പിൾ ആണ്. ഇപ്പൊ ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കാണും. സിംഗിൾ ട്യൂബ്, മൾട്ടി ട്യൂബ് എല്ലാത്തിൻ്റെയും പേരിലുണ്ട്. മേ ബി ഫയർ ട്യൂബ്, വാട്ടർ ട്യൂബ് മാത്രം കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. അതന്നെയാണ് നമ്മുടെ സ്പെസിഫിക് ഔട്ട്കമിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു കാറ്റഗറി കൊടുത്തിട്ടുണ്ട്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. Anyway, classification of the boiler, fire tube boiler and water tube boiler. It is the classification according to the relative position of water and hot gases. We'll be explaining that in the upcoming session. And internally fired, externally fired, name is giving you the idea. It is according to the position of furnace, position of combustion chamber. The section where you are heating the fuel, where you are combusting the fuel. If it is attached with the boiler shell, it is called internally fired boilers. In certain other boilers, your fuel burning will be taking place away from the boiler shell. The hot gases produced due to fuel burning, it will be taken to the boiler shell. So your furnace is kept away from the boiler shell. That is called externally fired boiler. Now, horizontal, inclined, vertical, yes. If boiler shell axis is horizontal, it is a horizontal boiler. Very simple. If boiler shell is kept in a vertical way, its center line is a vertical line, then it's vertical boiler. Definitely no need to explain the inclined one. And single tube, we will be seeing there are fire tubes or water tubes. If you have just one tube in that boiler, if in a fire tube boiler, if there is only one tube, then it is single tube boilers. There are just two single tube boilers. All other boilers have more than one tubes, either fire tube or water tube. Up to 165 tubes you are using in certain boilers. All those are
multi-tube boiler. So this is the first set of classification. Now let us see other 4 sets. The name itself is giving you the idea. There is no need of a person like me. Stationary, portable. If you are talking about boilers used in old locomotives, പണ്ട് സ്റ്റീം എൻജിൻ വെച്ച് വർക്ക് ചെയ്തിരുന്ന ട്രെയിനുകൾ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോഴും നമ്മുടെ ഊട്ടി ഏരിയയിലൊക്കെ നമുക്ക് കാണാം. അതൊക്കെ പോർട്ടബിൾ ബോയിലർ എന്ന് പറയാം. കാരണം അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ സ്റ്റീം എഞ്ചിനിലുള്ള ആ ബോയിലർ സെറ്റ് അതൊരു മൂവിങ് പാർട്ടാണ്, മൂവിങ് കോമ്പണന്റ് ആണല്ലോ. എഞ്ചിന്റെ ഉള്ളിലല്ലേ, എഞ്ചിൻ മൂവ് ചെയ്യുമ്പോൾ അത് മൂവ്മെന്റിലല്ലേ. അത് പോർട്ടബിൾ ബോയിലർ. മേ ബി നിങ്ങൾക്ക് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ബോയിലേഴ്സിനെ പോർട്ടബിൾ ബോയിലേഴ്സ് എന്ന് പറയാം. അങ്ങനത്തെ ബോയിലേഴ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ കുറെ ബോയിലേഴ്സ് ഒക്കെ ഫിക്സ്ഡ് ആണ്, നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല. അത് സ്റ്റേഷനറി ബോയിലറാണ്. ദെൻ ഫോഴ്സ്ഡ് സർക്കുലേഷൻ, നാച്ചുറൽ സർക്കുലേഷൻ. ഈ ബോയിലറിന്റെ ഉള്ളിൽ കൂടെ വാട്ടർ സർക്കുലേറ്റ് ചെയ്യണം. നമ്മൾ പറയുന്ന ബോയിലറിന്റെ നിങ്ങൾ കാണും, അതിന്റെ സ്റ്റീം പ്രൊഡക്ഷൻ റേറ്റ് ഒക്കെ ചില ബോയിലേഴ്സിന്റെ 50,000 ടൺ പെർ അവർ ആണ്. ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്ര അധികം കപ്പാസിറ്റിയുള്ള ബോയിലേഴ്സ് ഒക്കെ ഇക്കാലത്ത് ഇപ്പോൾ സ്റ്റീം പവർ പ്ലാന്റ്സിൽ കാണാൻ പറ്റും. അത് ചെറിയൊരു 1-2 വെറൈറ്റി നമ്മൾ പഠിക്കുമെങ്കിലും ഒരുപാട് വേറെ പുതിയ ബോയിലേഴ്സ് ഉണ്ട്. അതിൽ വാട്ടർ ഇത്ര റാപ്പിഡായിട്ട് സർക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പമ്പ് വേണ്ടി വരും. അതിനെ ഫീഡ് പമ്പ് എന്നാണ് പറയുക, വാട്ടർ പമ്പ്, ഹൈഡ്രോളിക് പമ്പ്. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ ചിലപ്പോൾ വെക്കാറുണ്ട്. അങ്ങനെ ഒരു എക്സ്ട്രാ പമ്പ് ഉപയോഗിച്ച് നിങ്ങൾ വാട്ടറിനെ സർക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഫോഴ്സ്ഡ് സർക്കുലേഷൻ ബോയിലർ എന്ന് പറയാം. ഓക്കെ, നമ്മൾ പേരിൽ തന്നെ ഉണ്ട്. നാച്ചുറൽ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അങ്ങനെ പമ്പൊന്നും വെച്ചിട്ടുണ്ടാവില്ല, ബോയിലറിന്റെ മേലെ ഒരു പൈപ്പിൽ വാട്ടർ വരും. നമുക്കറിയാലോ, മുകളിൽ വാട്ടർ ഉണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കാരണം താഴേക്ക് നാച്ചുറലി ഫ്ലോ ചെയ്യും. ആ ഫ്ലോ ഇന്റൻസിറ്റി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനത്തെയും ചില ബോയിലേഴ്സ് ഉണ്ട്. ഓർഡിനറി അപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ചില ബോയിലേഴ്സ്, അവരെ നാച്ചുറൽ സർക്കുലേഷൻ ബോയിലേഴ്സ് എന്ന് പറയാം. ദെൻ യു ഹാവ് LP, MP ആൻഡ് HP. അക്കോർഡിംഗ് ടു ദ ഡെവലപ്ഡ് സ്റ്റീം പ്രഷർ യു ആർ ക്ലാസിഫൈങ് ഇറ്റ്. LP എന്നാണ് പൊതുവെ ഇൻഡസ്ട്രിയിലൊക്കെ പറയാം. LP പറഞ്ഞാൽ ലോ പ്രഷർ, MP മീഡിയം പ്രഷർ, HP ഹൈ പ്രഷർ. ഇവിടെ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്കൊരു എക്സ്ട്രാ പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ, കോമൺ സെൻസിന്റെ കാര്യങ്ങളാണ്. എന്നാലും LP പറഞ്ഞാൽ LP ടൈപ്പ് ബോയിലറിൽ pressure will be less than 20 bar. Produced steam pressure will be less than 20 bar. If produced steam pressure is more than 80 bar, it is high pressure boiler. It is high pressure boiler. 80 ബാറിന് മേലെ സ്റ്റീം പ്രഷർ നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ കിട്ടുമെങ്കിൽ അത് ഹൈ പ്രഷർ ആണ്. 250 ബാറൊക്കെ ഉള്ള ബോയിലേഴ്സ് ഒക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. LP ബോയിലർ, ലോ പ്രഷർ ബോയിലർ എന്ന് പറഞ്ഞാൽ ഓർഡിനറി പർപ്പസിന് യൂസ് ചെയ്യുന്ന, അവിടെ ഔട്ട്പുട്ട് പ്രഷർ ഒരു 20 ബാറിന് താഴെ ഉണ്ടാവുള്ളൂ. ഇതാണ് നിങ്ങളുടെ അടുത്ത ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇതിൽ ഈ വാല്യൂസ് നിങ്ങൾക്ക് മേ ബി നിങ്ങൾക്ക് യൂസ് ആവും ഫർദർ സ്റ്റേജിൽ. ദെൻ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് നാച്ചുറൽ ഡ്രോട്ട് ആൻഡ് ഫോഴ്സ് ഡ്രോട്ട്. ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ എയർ മൂവ്മെന്റിന്റെ ആ ഇന്റൻസിറ്റിന്, എയർ മൂവ്മെന്റിന് കാരണമാകുന്ന ആ ഒരു പ്രഷർ ഡിഫറൻസിനെയാണ് ഡ്രോട്ട് എന്ന് പറയാം. ഡ്രോട്ട് സാധാരണഗതിയിൽ നമുക്കറിയാം, നിങ്ങളുടെ എന്തെങ്കിലും ഫ്യൂവല് ബേൺ ചെയ്യുമ്പോൾ ഹോട്ട് ഗ്യാസസ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് മേലേക്ക് പോകും. കാരണം ആ ഹോട്ട് ഗ്യാസിന്റെ ഡെൻസിറ്റി കുറവായിരിക്കും എയറിനെക്കാട്ടിലും, തന്നെ മേലേക്ക് പോകും. അങ്ങനെ നാച്ചുറലി ഒരു ഡ്രോട്ട് ഉണ്ട്. അത് മാത്രം യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ബോയിലേഴ്സ് ഉണ്ട്. നിങ്ങളുടെ കമ്പസ്റ്റൻ ചേമ്പറിൽ നിന്നുണ്ടാവുന്ന ഹോട്ട് ഗ്യാസസ്, ഇറ്റ് വിൽ ബി നാച്ചുറലി ഗോയിങ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ ആൻഡ് ഇറ്റ് വിൽ ബി ഡൂയിങ് ദ ഹീറ്റിംഗ് ഓഫ് വാട്ടർ. അത് നാച്ചുറൽ ഡ്രോട്ട് ബോയിലർ ആണ്. അങ്ങനെയല്ല, നിങ്ങൾ ബ്ലോവർ, അത് എയറിന്റെ ഇൻലെറ്റിൽ വെക്കാം, അല്ലെങ്കിൽ നമ്മളൊരു എക്സോസ്റ്റ് ഫാൻ ഒക്കെ വെക്കില്ലേ, അതേപോലെ ബോയിലറിന്റെ എയർ ഔട്ട്ലെറ്റിന്റെ അടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഇവിടെ രണ്ടും വെക്കാം. അങ്ങനെ പല രീതിയിലും ബ്ലോവറുകൾ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫോഴ്സ് ചെയ്യാം, എക്സ്ട്രാ ഡ്രോട്ട് പ്രൊവൈഡ് ചെയ്യാം. അതാണ് ഫോഴ്സ്ഡ് ഡ്രോട്ട് ബോയിലേഴ്സ്. സോ വി ഹാവ് സീൻ വൺ മേജർ ഏരിയ, ക്ലാസിഫിക്കേഷൻ ഓഫ് ദി ബോയിലർ. ഇതൊരു സ്പെസിഫിക് ഔട്ട്കം ആണ്. ഈ ഒരു കണ്ടന്റ് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്ത സ്പെസിഫിക് ഔട്ട്കം ഫയർ ട്യൂബ് ബോയിലർ, വാട്ടർ ട്യൂബ് ബോയിലറിന്റെ കമ്പാരിസൺ ആണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ കാര്യമായിട്ടുള്ളത്. എന്താണ് പേരിലുണ്ട്, കണ്ടന്റ് എന്താണെന്ന് പേരിലുണ്ട്. എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് കുറച്ച് സുഹൃത്തുക്കൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മളൊരു ബോയിലറിന്റെ
ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ഉണ്ട്, ഒരു റെപ്രസെൻറ്റേഷൻ ഡയഗ്രാം. ബോയിലർ ഇങ്ങനെയൊന്നും ആവില്ല കേട്ടോ, നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയഗ്രാം മാത്രമാണ്. ഫർണസിൽ ഹീറ്റിംഗ് നടക്കും, ഫ്യൂവലിൻ്റെ ബേണിംഗ് നടക്കും, അങ്ങനെ ഉണ്ടാവുന്ന ഹോട്ട് ഗ്യാസസ് ഇങ്ങനെ പാസ് ചെയ്ത് ഇവിടെ എക്സിറ്റ് ആവും. ഇതിൻ്റെ ഇടയിൽ വാട്ടർ ഇതിൽ ഓക്കെ, ഫയർ ട്യൂബ് ബോയിലർ എന്ന് പറയുമ്പോൾ ഈ സ്കീമാറ്റിക്കിൽ ചെറിയൊരു ചേഞ്ച് ആക്ച്വലി വേണം. ദിസ് വിൽ ബി യുവർ ഫയർ ട്യൂബ് ബോയിലർ. ഓക്കെ, this will be your fire tube boiler in which tubes are there. ഇത് ഈ സ്കീമാറ്റിക് അത്ര പ്രോപ്പർ അല്ല, ഞാൻ സ്കീമാറ്റിക് ഡിലീറ്റ് ചെയ്യാണ്. We'll draw the schematic, that is better. Okay, suppose there is a boiler, in which furnace is there, and from the furnace hot gases are passing through tubes. Okay, and you have boiler shell. This is your boiler shell. In which water is contained. അങ്ങനെ ഇവിടെ വാട്ടർ ഇങ്ങനെ ഉണ്ട്, ഫില്ല് ചെയ്ത് വെച്ച ഒരു ചേംബർ ഉണ്ട്, അതിൽ ട്യൂബ് ഉണ്ട്. ആ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ ഹോട്ട് ഗ്യാസസ് പാസ് ചെയ്യുന്നുണ്ട്, കമ്പസ്റ്റൻ ചേംബർ എന്നുള്ള ഹോട്ട് ഗ്യാസസ്. അപ്പോൾ ഈ ഹോട്ട് ഗ്യാസസ് നിങ്ങളുടെ വാട്ടറിനെ ഹീറ്റ് ചെയ്യും, അങ്ങനെ നിങ്ങൾക്ക് സ്റ്റീം ഉണ്ടാവും. ആ സ്റ്റീമിന് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കും. ഇത് ഒരു ഫയർ ട്യൂബ് ബോയിലർ ആണ്. കാരണം അവിടെ ട്യൂബ് കൂടെ എന്ത് പാസ് ചെയ്യും? ഹോട്ട് ഗ്യാസസ് പാസ് ചെയ്യും. നേരെ തിരിച്ച് നമുക്ക് വേറൊരു ബോയിലറിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആലോചിക്കുകയാണെങ്കിൽ, അതേമാതിരി ഒരു ബോയിലർ, അതിൽ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ട്യൂബ് ഉണ്ട്, ആ ട്യൂബ് കൂടെ വാട്ടറാണ് പാസ് ചെയ്യുന്നത്. വാട്ടർ ട്യൂബ് കൂടെ പാസ് ചെയ്യാണ്. ഈ ബോയിലർ ഷെല്ലിൻ്റെ താഴത്തെ ഭാഗത്തായിട്ട് നമുക്ക് കമ്പസ്റ്റൻ ചേംബർ ഉണ്ടായിരിക്കുമല്ലോ. ഈ കമ്പസ്റ്റൻ ചേംബറിൽ ഫ്യൂവൽ ഫയറിങ് നടക്കും, ഹോട്ട് ഗ്യാസസ് ഉണ്ടാവും. ഈ ഹോട്ട് ഗ്യാസസ് ഫ്രീ ആയിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ട്യൂബ് കൂടെ വാട്ടർ ഉണ്ടാവും, ഹോട്ട് ഗ്യാസസ് അതിൻ്റെ ചുറ്റുമായിട്ട് പോകും. അപ്പോൾ എന്തുണ്ടാവും? നിങ്ങളുടെ ഈ ട്യൂബിൽ കൂടെയുള്ള വാട്ടറിനെ ഹീറ്റ് ചെയ്യാൻ സാധിക്കും, അങ്ങനെ സ്റ്റീം ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് ഫയർ ട്യൂബ് ബോയിലർ, വാട്ടർ ട്യൂബ് ബോയിലറിൻ്റെ കണ്ടന്റ്. ഹോട്ട് ഫ്ലൂ ഗ്യാസസ് പാസസ് ത്രൂ ട്യൂബ്സ്, വാട്ടർ സറൗണ്ട്സ് ദം. അതാണ് ഫയർ ട്യൂബ് ബോയിലർ. വാട്ടർ പാസസ് ത്രൂ ട്യൂബ്സ് ആൻഡ് ഹോട്ട് ഫ്ലൂ ഗ്യാസസ് സറൗണ്ട് ദം. വാട്ടർ പാസസ് ത്രൂ ട്യൂബ്സ് ആൻഡ് ഹോട്ട് ഫ്ലൂ ഗ്യാസസ് സറൗണ്ട് ദം. ഇത് വാട്ടർ ട്യൂബ് ബോയിലർ. ഇതാണ് നിങ്ങളുടെ ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, നേരത്തെ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിലല്ല, അതുകൊണ്ടാണ് ഞാനത് മാറ്റിയത്. ഇനി ഇതിൻ്റെ കമ്പാരിസൺ നോക്കുമ്പോൾ വാട്ടർ ട്യൂബ് ബോയിലർ ഹൈ റേറ്റ് ഓഫ് സ്റ്റീം ജനറേഷൻ ആണ്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റീം നല്ല ക്വാളിറ്റി ആയിരിക്കും. വെറ്റ് സ്റ്റീം എന്നാവില്ല, സാച്ചുറേറ്റഡ് സ്റ്റീം തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റീമിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കുറവാണെന്നാണ് പറയാം. 100% സ്റ്റീം എന്ന് പറഞ്ഞാൽ അത് സാച്ചുറേറ്റഡ് സ്റ്റീമാണ്. 80% സ്റ്റീമാണ്, 80% ആണ് സ്റ്റീമിന്റെ ക്വാളിറ്റി. അപ്പോൾ അതിൽ 80% സ്റ്റീമും 20% വാട്ടറും ആയിരിക്കും. നമ്മൾ പറഞ്ഞ ആപ്ലിക്കേഷനിൽ നമുക്ക് വാട്ടർ കണ്ടന്റ് ഉള്ള സ്റ്റീം അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹൈ ക്വാളിറ്റി സ്റ്റീം വേണോ, വാട്ടർ ട്യൂബ് ബോയിലർ വേണം. ഇതൊക്കെ നാച്ചുറൽ മാറ്റർ ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇവിടെ ഹൈ റേറ്റ്, ഇവിടെ ഹൈ ക്വാളിറ്റി ആണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും? ലോ റേറ്റ് ഓഫ് സ്റ്റീം ജനറേഷൻ, ലോ ക്വാളിറ്റി ഓഫ് സ്റ്റീം പ്രൊഡക്ഷൻ. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റീമിൽ വാട്ടർ കണ്ടന്റിന്റെ അംശം വളരെ കൂടുതലായിരിക്കും. ഇതാണ് ഫയർ ട്യൂബ് വാട്ടർ ട്യൂബിന്റെ കമ്പാരിസൺ. ജസ്റ്റ് ഒരു സൈഡിലത്തെ ഐഡിയ ഉണ്ടായാൽ മതി, മറ്റേ സൈഡിൽ ഓട്ടോമാറ്റിക്കലി എഴുതാം. ലോ പ്രഷർ ബോയിലേഴ്സ് ആണ് വാട്ടർ ട്യൂബ് ബോയിലേഴ്സിന്റെ. അവിടുത്തെ സ്റ്റീം പ്രൊഡക്ഷൻ, ഔട്ട്പുട്ട് സ്റ്റീം പ്രൊഡക്ഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ 20 ബാറിന് കുറവായിരിക്കും. അതിൽ നിങ്ങളുടെ സ്റ്റീം ഉപയോഗിച്ച് നിങ്ങൾ ഒരു ടർബൈൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ടർബൈനിന്റെ റിക്വയർമെന്റ്, സ്റ്റീം റിക്വയർമെന്റ് മാറിക്കൊണ്ടിരിക്കും. പവർ ജനറേഷൻ മാറും, ലോഡ് മാറും. പക്ഷേ ഫയർ ട്യൂബ് ബോയിലറിന് അതൊന്നും മീറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ വാട്ടർ ട്യൂബ് ബോയിലർ നാച്ചുറലി ഇതിന്റെ ഓപ്പോസിറ്റ് ആവുമല്ലോ. അത് പൊതുവെ HP ബോയിലേഴ്സ് ആണ്, ഹൈ പ്രഷർ ബോയിലേഴ്സ് ആണ്. ചില വാട്ടർ ട്യൂബ് മീഡിയം പ്രഷർ ഉണ്ട്, ലോഡ് ഫ്ലക്ച്വേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ
പവർ പ്ലാന്റ്സിൽ യൂസ് ചെയ്യാം വാട്ടർ ട്യൂബ് ബോയിലേഴ്സ് ആണ്. ചെറിയ ഒരു അപ്ലിക്കേഷന് മാത്രമേ ഫയർ ട്യൂബ് യൂസ് ചെയ്യുള്ളൂ. മേജർ ആപ്ലിക്കേഷൻ ഒക്കെ വാട്ടർ ട്യൂബ് ആണ്. അത് ഡിസൈൻ കോംപ്ലക്സ് ആണ്. അത് എറക്ട് ചെയ്യാനായിട്ട്, അത് സ്ഥാപിക്കാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിന്റെ കോമ്പോണന്റ് വൈസ് കുറച്ച് ടൈറ്റ് ആണ്. മെയിൻ്റനൻസ് വരികയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് കൂടുതലാണ്. പക്ഷെ നോക്കൂ, നമ്മുടെ പവർ ആപ്ലിക്കേഷൻ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹൈ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുകയാണെങ്കിൽ അത് സ്റ്റീം പവർ പ്ലാന്റ്സ് ആണ്. അതിൽ വർക്ക് ചെയ്യുന്നത് ഈ ബോയിലേഴ്സ് ആണ്. ചെറിയ ആപ്ലിക്കേഷന് മാത്രമാണ് നമുക്ക് ഫയർ ട്യൂബ് സാധിക്കുള്ളൂ. ഒബ്വിയസ്ലി ഈ പോയിന്റുകൾ കമ്പയർ ചെയ്യാം. ഫയർ ട്യൂബ് യൂസ്ഡ് ഇൻ പ്രോസസ് ഇൻഡസ്ട്രി, ഡിസൈൻ ഈസ് സിമ്പിൾ, ബട്ട് പ്ലീസ് റിമെമ്പർ ഇസ് ഔട്ട്പുട്ട് ഓൾസോ വിൽ ബി വെരി മിനിമൽ. ഓക്കെ, ദെൻ എഫിഷ്യൻസി മാക്സിമം 75 ഉണ്ടാവുള്ളൂ. 70 ആണ് പൊതുവെ കാണാറ്, 70 to 75. വാട്ടർ ട്യൂബിൽ 90% ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്ത ഔട്ട്കം കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഇതിലേക്ക് വരികയാണ്. ഈ സ്റ്റീമിന്റെ ഭാഗത്ത് ചില ടൈപ്പ് ഓഫ് ബോയിലേഴ്സ് ഉണ്ട്. അതിലൊരു ടൈപ്പ് ബോയിലർ ആണത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ കിട്ടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്പീഡ് കൂട്ടുകയാണ്. നിങ്ങളുടെ വെർട്ടിക്കൽ ബോയിലർ ആണിത്. വെർട്ടിക്കലി വെച്ചിരിക്കുകയാണ്. അതിൽ ട്യൂബുകൾ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ട്യൂബുകൾ കാണാം. അപ്പോൾ ഈ സർക്കുലേറ്റിംഗ് പമ്പ് ഇത് കൂടെ ഇങ്ങനെ ട്യൂബ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ദിസ് ഇസ് വാട്ടർ ട്യൂബ് ബോയിലർ. ഇഫ് ഇറ്റ്സ് എ വാട്ടർ ട്യൂബ് ബോയിലർ, ഇറ്റ് വിൽ ബി എ ഹൈ പ്രഷർ ബോയിലർ. And there is a pump, there is feed pump, circulation pump, so forced circulation. ഇതൊക്കെ നാച്ചുറലി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ലാമോണ്ട് ബോയിലർ. ലാമോണ്ട് ബോയിലറിന്റെ പ്രത്യേകത, അതിന് 3 സെക്ഷൻസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് അത് മാത്രമേ ശ്രദ്ധിക്കണ്ടൂ. ഇത് നിങ്ങൾക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് പറയുന്നത്. ഫീഡ് പമ്പ് വഴി ഈ എക്കണോമൈസർ എന്നുള്ള സംഭവത്തിൽ കൂടെ വാട്ടർ വരും. ദിസ് ഈസ് സെക്ഷൻ 1. ആൻഡ് ഇവിടുത്തെ ഹീറ്റ് ആവുന്ന ഇവിടുന്ന് സെക്ഷൻ 2 ഇതുവഴി സർക്കുലേറ്റ് ചെയ്ത് എവോപ്പറേറ്റർ സെക്ഷനിൽ കൂടെ കടന്നു പോകും. സ്റ്റീം എവോപ്പറേറ്റ് ചെയ്യും, സ്റ്റീം പ്രൊഡ്യൂസ് ആവും. അത് സെക്ഷൻ 3. ആ സെക്ഷൻ 3 കൂടെ എങ്ങോട്ട് പോകും? സൂപ്പർ ഹീറ്റർ. സൂപ്പർ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അതുവഴി പോയിട്ട് ഔട്ട്പുട്ടിലേക്ക് പോകും. അപ്പൊ ഈ 1, 2, 3 ഒന്ന് ആലോചിച്ചാൽ മതി. ഈ ഡ്രമ്മിന്റെ ഉള്ളിലേക്ക് വാട്ടർ ചെല്ലും. ഡ്രമ്മിന്ന് അത് എവോപ്പറേറ്റർ സെക്ഷനിൽ കൂടെ കടന്നുപോയി സ്റ്റീം ആവും. ആ പ്രൊഡ്യൂസ്ഡ് സ്റ്റീം സൂപ്പർ ഹീറ്റർ സെക്ഷനിൽ കൂടെ കടന്നുപോകും. ഔട്ട്പുട്ട് കൂടുതലാണ്, എഫിഷ്യൻസി കൂടുതലാണ്. വേറൊരു ടൈപ്പ് ബോയിലറും കൂടി നമുക്ക് ഔട്ട്കമ്മിൽ പഠിക്കാനുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി, ഇവിടെ ഒരു ഫയർ ബോക്സ് ഉണ്ട്. ഈ ഫയർ ബോക്സിൽ എന്താ നടക്കുന്നത്? ഈ ഫയർ ബോക്സിൽ ഫയറിംഗ് നടക്കും. അപ്പോൾ ഹോട്ട് ഗ്യാസസ് ഉണ്ടാവും. അത് കമ്പസ്റ്റൻ ചേംബറിലേക്ക് പോകും. അവിടുന്ന് ട്യൂബുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ട്യൂബിൽ കൂടെ ഹോട്ട് ഗ്യാസസ് പാസ് ചെയ്യും ഈ ട്യൂബിൽ കൂടെ. അപ്പൊ ഇതൊരു ഫയർ ട്യൂബ് ബോയിലർ ആണ്. ഇത് സ്മോക്ക് ബോക്സ് എന്നാണ് ഇതിന് പറയാം. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് പുറത്തേക്ക് പോകും അല്ലേ. അപ്പൊ ഇത് ഈ ഒരു സെറ്റപ്പിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇത് ഫയർ ട്യൂബ് ബോയിലർ ആണ്, വെർട്ടിക്കൽ ബോയിലർ ആണ്. ഫയർ ട്യൂബ് ആണ്, ലോ പ്രഷർ ബോയിലർ ആയിരിക്കുമല്ലോ. ഇതാണ് കൊഹ്റാൻ ബോയിലർ. ഈ 2 ഫിഗർ വരച്ച് ഇതിന്റെ എക്സ്പ്ലനേഷൻ എഴുതാനുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. ഇതിൽ 165 ഹൊറിസോണ്ടൽ ഫയർ ട്യൂബ്സ് ഉണ്ട്. ബോയിലർ ഷെൽ ഫയർ ബോക്സ് ഒക്കെ ഹെമിസ്പെറിക്കൽ ആണ്. കാരണം അങ്ങനെയാണെങ്കിലാണ് ഹീറ്റിംഗ് എഫിഷ്യൻസി വളരെ കൂടുതലായിരിക്കും. ഇതിന്റെ ഏത് ഫ്യൂവൽ യൂസ് ചെയ്യാം, പക്ഷെ ഫയർ ട്യൂബ് ആണ്, അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് കുറവാണ്, എഫിഷ്യൻസി കുറവാണ്. ഓക്കെ, ഇതേ ബോയിലർ നമ്മൾ ജസ്റ്റ് നോക്കുകയാണ്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും സേഫ്റ്റി വാൽവ് ബോയിലർ ഷെല്ലിൽ അറ്റാച്ച് ചെയ്തതാണ്. പ്രഷർ ഗേജ് ബോയിലർ ഷെല്ലിൽ അറ്റാച്ച് ചെയ്തതാണ്. സ്റ്റീം സ്റ്റോപ്പ് വാൽവ് ബോയിലർ ഷെല്ലിൽ അറ്റാച്ച് ചെയ്തതാണ്. അതിന് ബോയിലർ ഷെല്ലിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരുപാട് ഗാഡ്ജറ്റ്സ് ഇവിടെ ഉണ്ട്. ഇനി ബോയിലർ ഷെല്ലിനല്ലാതെ വാട്ടർ ലൈനിലോ സ്റ്റീം ലൈനിലോ എയർ ലൈനിലോ ഉള്ള ഒരുപാട് ഗാഡ്ജറ്റ്സ് ഉണ്ടാവും. അത് ഈ ഫിഗറിലില്ല. നമ്മുടെ കൊഹ്റാൻ ബോയിലറിന്റെ ഒരു സിമ്പിൾ സ്കിമാറ്റിക് ആണ് അല്ലെ. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഐറ്റംസ് ആണ് അവിടെ പൊതുവെ ഉണ്ടാവുക. ഒന്ന് ബോയിലർ ഷെല്ലിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ്, ബോയിലർ മൗണ്ടിങ്സ് എന്നാണ് നമ്മൾ പറയാം. ബോയിലർ മൗണ്ടിങ്സ് വിച്ച് വിൽ ബി മൗണ്ടഡ് ഡയറക്ട്ലി ഓൺ ദി ബോയിലർ ഷെൽ. നമുക്ക് പഠിക്കാൻ കുറച്ച് ബോയിലർ മൗണ്ടിങ്സ് ഉണ്ട് കേട്ടോ. ആ ബോയിലർ മൗണ്ടിങ്ങിന്റെ പേരിൽ തന്നെ അതിന്റെ ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതിന്റെ സമയം അധികം കളയേണ്ടി വരില്ല. വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ പേരിൽ തന്നെ ഉണ്ടല്ലോ. ബോയിലർ ഷെല്ലിന്റെ ഉള്ളിൽ എത്ര വാട്ടർ ലെവൽ ഉണ്ട് എന്ന് നമുക്ക് അറിയാനായിട്ട് പുറമെ ഇങ്ങനെ എൽ ഷേപ്ഡ് ആയിട്ടുള്ള ട്യൂബ്സ് ഉണ്ടായിരിക്കും. 2 ട്യൂബ് പൊതുവെ ഉണ്ടായിരിക്കും. അതാണ് വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ. പ്രഷർ ഗേജ് ആ ബോയിലറിന്റെ ഉള്ളിൽ പ്രഷർ മെഷർ ചെയ്യാനായിട്ട് ആ ബോയിലർ ഷെല്ലിന്റെ പല സ്ഥലത്തും പ്രഷർ ഗേജ്, ബോർഡൻ ട്യൂബ് പ്രഷർ ഗേജ് ഉണ്ടാവും. നമുക്കറിയാം എല്ലാത്തിനും പേരിൽ തന്നെ ഫംഗ്ഷൻ ഉണ്ട്. എന്റെ ഹെൽപ്പ് വേണ്ടി, എന്റെ ഒരു സപ്പോർട്ട് വേണ്ടി ഒരു ഒറ്റ കാര്യത്തിലാണ്. സേഫ്റ്റി വാൽവ് നമുക്കറിയാലോ, സേഫ്റ്റി പർപ്പസിന് വേണ്ടി ഉള്ളിലത്തെ പ്രഷർ കൂടി എക്സ്പ്ലോഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് സേഫ്റ്റി വാൽവ്.
അത് ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യുന്ന പ്രഷർ റിലീഫ് വാൽവ് ഉണ്ടാവും. വല്ലപ്പോഴും മാത്രം എമർജൻസി കണ്ടീഷനിൽ മാത്രം വർക്ക് ചെയ്യുന്ന എമർജൻസി പ്രഷർ സേഫ്റ്റി വാൽവ് ഉണ്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് പൊതുവെ പേരിൽ തന്നെ അറിയാവുന്ന കാര്യമാണ്. സ്റ്റീം സ്റ്റോപ്പ് വാൽവ് പേരിൽ തന്നെ ഉണ്ട്, സ്റ്റീമിനെ സ്റ്റോപ്പ് ചെയ്യാം, ഔട്ട്പുട്ടിൽ പോകുന്ന സ്റ്റീമിന്റെ അളവ് റെഗുലേറ്റ് ചെയ്യാം. ഇനി അഥവാ നിങ്ങൾക്ക് അവിടെ സ്റ്റീം ആവശ്യമില്ലെങ്കിൽ ഫുൾ അടച്ചു വെക്കുക. അതാണ് സ്റ്റീം സ്റ്റോപ്പ് വാൽവ്. ഇനി എന്താ ഉള്ളത്? ഫീഡ് ചെക്ക് വാൽവ്. ഫീഡ് എന്താ ഫീഡ് ചെയ്യണേ? വാട്ടർ ആണ് ബോയിലറിലേക്ക് ഫീഡ് ചെയ്യുക. അതിന്റെ അളവ് റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു നോൺ റിട്ടേൺ വാൽവ് ആണ്. ഫീഡ് ചെക്ക് വാൽവ് നിന്ന് ബോയിലറിലേക്കേ പോവുള്ളൂ വെള്ളം, തിരിച്ച് അത് ഫ്ലോ പെർമിറ്റ് ചെയ്യില്ല. അതാണ് നോൺ റിട്ടേൺ വാൽവ്, NRV എന്നാണ് പറയുക. വാട്ടറിന്റെ അളവ് കൺട്രോൾ ചെയ്യും അല്ലേ? എല്ലാം പേരിൽ തന്നെ ഉണ്ട് കേട്ടോ. ഫ്യൂസിബിൾ പ്ലഗ്, നമുക്കറിയാം ഇലക്ട്രിക് ലൈനിൽ ഫ്യൂസ് എന്തിനാ യൂസ് ചെയ്യുക? അഥവാ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് കൂടുതലാണെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ എക്യുപ്മെന്റ് ഒക്കെ കത്തിപ്പോവും അല്ലേ? അപ്പോൾ അതിനൊന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, അങ്ങനെ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് കൂടുകയാണെങ്കിൽ സ്വയം ബേൺ ചെയ്ത് ആ ലൈനിനെ കട്ട് ഔട്ട് ചെയ്യാനാണ് ഫ്യൂസ് ഇലക്ട്രിക് ലൈനിൽ യൂസ് ചെയ്യുക. ഇത് അതേപോലെ ഫ്യൂസിബിൾ പ്ലഗ്. അഥവാ നിങ്ങളുടെ ബോയിലർ ഷെല്ലിൽ വാട്ടർ പെട്ടെന്ന് ഇല്ലാണ്ടായി പോയി, എന്തോ പ്രശ്നം വന്നു, വാട്ടർ ഇല്ല, ബോയിലർ ഇങ്ങനെ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങൾക്ക്. അപ്പൊ എന്താ, വാട്ടർ ലെവൽ കുറഞ്ഞ് ബോയിലർ ഹീറ്റായി, ബോയിലറിന്റെ ബോഡി ഹീറ്റായിട്ട് എല്ലാം കൂടി എക്സ്പ്ലോഡ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവത്തില് മെൽറ്റായിട്ട് ആ ബാക്കിയുള്ള വെള്ളം നേരെ ഫർണസിൽ കടത്തി വിടാനുള്ള ഒരു പ്രൊവിഷനാണ് ഫ്യൂസിബിൾ പ്ലഗ്. അത്രേ ഉള്ളൂ. ലാസ്റ്റ് സംഭവം മാത്രമേ പേരിലുള്ളൂ, പക്ഷേ ഒറ്റ കേസാണ്. അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം. നമ്മൾ നേരത്തെ ഫിഗറിൽ നോക്കാം. നേരത്തെ ഫിഗറിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എന്താണ് ബ്ലോ ഓഫ് കോക്ക്? ഈ താഴെ കാണുന്ന ഐറ്റാണ് ബ്ലോ ഓഫ് കോക്ക്. എന്താ അതിന്റെ പരിപാടി? നമ്മുടെ ഒരു വാട്ടർ ടാങ്കിന്റെ താഴെ ഉണ്ടാവുമല്ലോ ഒരു സംഭവം, ചെറിയൊരു വാൽവ് ഉണ്ടാവില്ലേ? എന്തിനാ അത് യൂസ് ചെയ്യുക? അഥവാ ആ വാട്ടർ ടാങ്ക് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ ഫുൾ സംഭവങ്ങൾ ഒഴിവാക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ടുള്ള ഒരു വാൽവാണ് ഇത്. ഇതന്നെ ബ്ലോ ഓഫ് കോക്ക്. ബോയിലർ കുറച്ച് വർഷങ്ങൾ വർക്ക് ചെയ്താൽ സർവീസിങ്ങിന് വേണ്ടി നിർത്തിവെക്കും. അപ്പോൾ ബോയിലറിന്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യണമല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? ഫുൾ എല്ലാ വെള്ളവും കളയണം, പിന്നെ ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ള ആ സെഡിമെന്റ്സ് കളയണം. അതിനുള്ള ഒരു പ്രൊവിഷൻ മാത്രമാണ് ബ്ലോ ഓഫ് കോക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ ബോയിലർ മൗണ്ടിങ്. കഴിഞ്ഞു കേട്ടോ. ഇനി ബോയിലർ ആക്സസറി ഉണ്ട്. നമുക്കറിയാം സ്റ്റീം ലൈനിലോ എയർ ലൈനിലോ അല്ലെങ്കിൽ വാട്ടർ ലൈനിലോ ഫിറ്റ് ചെയ്തിരിക്കുന്ന, ബോയിലർ ഷെല്ലിലല്ല, ബോയിലർ ഷെല്ലിന് പുറമെ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഗാഡ്ജറ്റ്സ് ആണ് ബോയിലർ ആക്സസറി. നിങ്ങൾക്ക് 4 ഗാഡ്ജറ്റ്സാണ് പഠിക്കാനുള്ളത്. ഫീഡ് പമ്പ്, ബോയിലറിലേക്കുള്ള വാട്ടർ ഫീഡ് ചെയ്യാനുള്ള പമ്പ്. ഒരുപാട് പമ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേണ്ട പ്രഷറിൽ വാട്ടർ കൊടുത്തുകൊണ്ടിരിക്കണം. എക്കണോമൈസർ, ഈ കൊടുക്കുന്ന ഈ വാട്ടറിനെ ബോയിലറിൽ എത്തനേക്കാട്ടിലും മുന്നേ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനാണ് എക്കണോമൈസർ യൂസ് ചെയ്യുക. എന്താ ചെയ്യാന്ന് വെച്ചാൽ, കമ്പസ്റ്റൻ ചേമ്പറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഗ്യാസ് ഉണ്ടാവും, ഹീറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള ഗ്യാസ്, അതിനെ എക്കണോമൈസറിന്റെ അടുത്ത് കൂടെ കടത്തിവിടുക. നിങ്ങളുടെ ലാമോണ്ടിന്റെ ഫിഗറിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പൊ ആ ഗ്യാസിൽ കുറച്ച് ഹീറ്റ് ഉണ്ടാവും. അത് ശരിക്കും അറ്റ്മോസ്ഫിയറിൽ വേസ്റ്റ് ആയി പോകാൻ ചാൻസ് ഉള്ള ഹീറ്റാണ്. അതുപയോഗിച്ച് ഈ ബോയിലറിലേക്ക് പോകുന്ന ആ ഡ്രമ്മിലേക്ക് പോകുന്ന വാട്ടറിനെ ഹീറ്റ് ചെയ്യാം. അപ്പൊ ഫ്രീ ആയിട്ട് കുറച്ച് ഹീറ്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ബോയിലറിന്റെ എക്കണോമിക്കൽ ആസ്പെക്ടിനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എക്കണോമൈസർ. സൂപ്പർ ഹീറ്റർ നമുക്ക് ഓൾറെഡി അറിയാം. ബോയിലറിന് പ്രൊഡ്യൂസ് ആവുന്ന സ്റ്റീം സാച്ചുറേറ്റഡ് സ്റ്റീം ഒക്കെ ആയിരിക്കും. അതിന് അപ്ലിക്കേഷന് വേണ്ടിയിട്ട് നല്ല ടെമ്പറേച്ചർ പ്രഷറിലേക്ക് മാറ്റണം. അഗെയിൻ ഈ കമ്പസ്റ്റൻ ചേമ്പർ വഴി പോകുന്ന ഹോട്ട് ഗ്യാസസിൽ ഉള്ള എനർജി ഉപയോഗിച്ച്, വേസ്റ്റ് ആയി പോകാൻ ചാൻസ് ഉള്ള എനർജി ഉപയോഗിച്ച് ആ സ്റ്റീമിനെ നിങ്ങൾക്ക് ഹീറ്റ് ചെയ്യാൻ സാധിക്കും. ലാമോണ്ട് ബോയിലറിന്റെ ഫിഗർ നോക്കിക്കോളൂ. നമുക്ക് ടൈം കുറവായതുകൊണ്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. എയർ പ്രീ ഹീറ്റർ പേരിൽ തന്നെ ഉണ്ടെന്നേ. ബോയിലറിന്റെ കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് എയർ ചെല്ലണം അല്ലെ? അങ്ങനെ എയർ നന്നായി ചെന്നാലല്ലേ കമ്പസ്റ്റൻ നടക്കുള്ളൂ. അല്ല ഫ്യൂവൽ മാത്രം ഉണ്ടായാൽ കമ്പസ്റ്റൻ നടക്കില്ല. അപ്പോൾ ആ ചെല്ലുന്ന എയറിനെ നിങ്ങളൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കമ്പസ്റ്റൻ എഫിഷ്യൻസി കൂടും. ഹോട്ട് എയർ വിൽ കോസ് ഇൻക്രീസ്ഡ് കമ്പസ്റ്റൻ എഫിഷ്യൻസി. അപ്പോൾ അഗൈൻ ഞാൻ ആ ലാമോണ്ട് ജസ്റ്റ് നോക്കാനേ പറയുള്ളൂ. അതില് കമ്പസ്റ്റൻ ചേമ്പർ കൂടെ പോകുന്ന ആ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുള്ള ആ വേസ്റ്റ് ഗ്യാസ് ഉണ്ടാവും. അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ വെന്റിലേറ്റ് ചെയ്യാൻ പോകുന്ന, എക്സോസ്റ്റ് ചെയ്യാൻ പോകുന്ന ഗ്യാസ്, ആ ഗ്യാസിനെ ഒരു ചെറിയൊരു ഏരിയ കൂടെ കടത്തിവിടും. അവിടെ അതിന്റെ ഉള്ളിലൊരു പൈപ്പ് ഉണ്ടാവും. ആ പൈപ്പിൽ കൂടെ എയർ ആണ് പോകുന്നുണ്ടാവുക. ഈ എയറിനെ ഹീറ്റ് ചെയ്ത് വിടും. ഈ പേര് മാത്രം നോക്കിയാൽ മതി, പേരിൽ തന്നെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും, പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഇതില് ഇത്രയും നിങ്ങളുടെ മെറ്റീരിയൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് നോക്കിക്കോളൂ. ഡയഗ്രംസ് ഇത്രയും ഇതിന്റെ നിങ്ങൾ പഠിക്കണം. അപ്പൊ നമ്മുടെ 1 hour സെഷനിൽ നമുക്ക് ഈ ഡയഗ്രാം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് നിങ്ങൾക്കൊരു റെഫറൻസിന് വേണ്ടി, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തരികയാണ്. വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഡയഗ്രാംസ് നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും. കാരണം ഇതിന്റെ ക്വസ്റ്റ്യനിൽ വർക്കിംഗ് വിത്ത് ഡയഗ്രാം വേണം. ഒരു 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 മാർക്ക് ഡയഗ്രത്തിനും 4 മാർക്കാണ് വർക്കിങ്ങിന് ഉണ്ടാവുള്ളൂ. ഒരുപാട് ഫ്രണ്ട്സ് ഡയഗ്രാം വരയ്ക്കാത്തത് കൊണ്ട് മാത്രം ലോ ഗ്രേഡിലേക്ക് പോകാൻ നമ്മൾ ഒരുപാട് നമ്മുടെ പ്രീവിയസ് വാല്യൂഷൻ ക്യാമ്പിൽ അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഡയഗ്രാം വരച്ചോളൂ. ഇത്രയും ഡയഗ്രാംസ് ഇതിൽ നിങ്ങൾ പഠിക്കണം.
കൊഹ്റാന്റെ പഠിക്കണം, ലാമോണ്ടിന്റെ പഠിക്കണം, ഇത്രയും ഡയഗ്രാം നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളത് സ്റ്റീം എൻജിൻസ് ആണ്. നമുക്കറിയാം ഒരു എൻജിൻ ഹീറ്റിനെ വർക്കായിട്ട് കൺവെർട്ട് ചെയ്യും. ആ എൻജിനിൽ നമുക്ക് ബേസിക്കലി കുറച്ച് കോമ്പണൻസ് വേണം, ഫ്യൂവൽ വേണം. ആ എൻജിൻ ഒരു സ്റ്റീം എൻജിനെ സംബന്ധിച്ച് അവിടെ വർക്കിംഗ് ഫ്ലൂയിഡ് വാട്ടർ ആയിരിക്കും. കാരണം ആ സ്റ്റീം എൻജിന്റെ അടുത്ത് തന്നെ ബോയിലർ ഉണ്ടായിരിക്കും, അത് സ്റ്റീം എൻജിനിൽ സെപ്പറേറ്റ്ലായിട്ടുണ്ടാവും. ആ വാട്ടറിനെ സ്റ്റീം ആക്കിയിട്ട് ആ സ്റ്റീം ഉപയോഗിച്ചിട്ടാണ് എൻജിൻ വർക്ക് ചെയ്യുക. അപ്പോൾ വാട്ടർ അവിടെ വേണം, വാട്ടറിനെയാണ് നിങ്ങളുടെ ബോയിലർ സ്റ്റീം ആക്കി മാറ്റുക അല്ലേ. ദെൻ അവിടെ ആ സ്റ്റീമിനെ ഉപയോഗിച്ച് ആ സ്റ്റീം പ്രഷറൈസ് സ്റ്റീം ഉപയോഗിച്ച് നിങ്ങൾക്ക് വർക്ക് തരാനുള്ള സെറ്റപ്പുകൾ വേണം. ആ റൊട്ടേഷൻ, ആ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ റൊട്ടേഷൻ മെക്കാനിസം നിങ്ങളുടെ ഓട്ടോമോട്ടീവ് സെറ്റപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേറൊരു വർക്കിംഗ് പാർട്ട് വേണം. നമുക്കിവിടെ ആകെ പഠിക്കാനുള്ളത് ഡബിൾ ആക്ടിങ് സ്റ്റീം എഞ്ചിന്റെ വർക്കിങ്ങും ഈ സ്റ്റീം എഞ്ചിന്റെ ക്ലാസിഫിക്കേഷനും മാത്രമാണ്, വേറെ ഒന്നുമില്ല. ഒരു 5 മിനിറ്റിൽ നോക്കാം. ഒരു ഡബിൾ ആക്ടിങ് സ്റ്റീം എഞ്ചിന്റെ പാർട്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സിലിണ്ടർ, ഒരു പിസ്റ്റന്റെ അടുത്ത് പിസ്റ്റൺ റോഡ് ഉണ്ടാവും. ഈ പിസ്റ്റൺ റോഡിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഒരു മെക്കാനിസം ഉണ്ട്. അത് മാത്രമേ എനിക്കൊന്ന് എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞു തരാണ്ടാവുള്ളൂ. ഒന്ന് ഡ്രൈവിംഗ് റോഡ്, പിന്നെ ഇവിടെ പേരെഴുതാത്തൊരു റോഡ് കാണാൻ നിങ്ങൾക്ക്, ഇത് ക്രാങ്ക് ആണ്. ക്രാങ്ക്, ഇത് ഫ്ലൈ വീല്. ക്രാങ്ക് യൂണിഫോമായി റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എലിമെന്റ് ആണ് ഫ്ലൈ വീല്. ഫ്ലൈ വീല് വെച്ച് ഒരു ഡി സ്ലൈഡ് വാൽവ് അങ്ങനെയാണ് പറയാം. ഡി സ്ലൈഡ് വാൽവ് എന്നുള്ള ഒരു മെക്കാനിസം ഇവിടെ ഉണ്ടാവും. ഇതാണ് ഡബിൾ ആക്ടിങ് സ്റ്റീം എഞ്ചിന്റെ പാർട്സ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റീം എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, സ്റ്റീം എപ്പോഴും ഇങ്ങനെ വരും, സ്റ്റീം വരും. ആ സ്റ്റീമിനെ ചിലപ്പോൾ ഡബിൾ ആക്ടിങ് എന്ന് പറയാൻ കാര്യം ഈ സിലിണ്ടറിന്റെ 2 സ്ഥലത്തും നിങ്ങൾക്ക് സ്റ്റീം കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത് ഡബിൾ ആക്ടിങ് ആയിരിക്കും. ആദ്യം നിങ്ങൾ സ്റ്റീം ഈ സൈഡിൽ കൊടുക്കും. ഈ സൈഡിൽ കൊടുക്കുമ്പോൾ പിസ്റ്റൺ, പ്രഷറൈസ്ഡ് സ്റ്റീം ചെല്ലുമ്പോൾ പിസ്റ്റൺ ഇങ്ങോട്ട് മൂവ് ആവും. അവിടെ വർക്കിംഗ് കഴിഞ്ഞിട്ടുള്ള സ്റ്റീം ഉണ്ടാവും. ആ സ്റ്റീം ഈ വഴി കൂടെ, ഈ പോർട്ട് കൂടെ, ഇവിടെ നമ്മൾ നോക്കുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു പൈപ്പ് ഉണ്ടായിരിക്കും, എക്സോസ്റ്റ് പൈപ്പ് എന്നാണ് പറയുക, അതുവഴി പുറത്തേക്ക് പോകും. അപ്പൊ എന്താ ഉണ്ടാവുക, നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. ആദ്യം പിസ്റ്റൺ നമ്മുടെ റൈറ്റ് സൈഡിലാണ്, പ്രഷറൈസ്ഡ് സ്റ്റീം ആ പിസ്റ്റണിനെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ എക്സോസ്റ്റിംഗ് നടക്കും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പിസ്റ്റൺ ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും, സ്റ്റീം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, എക്സോസ്റ്റിംഗ് അതർ യെല്ലോ പോർട്ട് കൂടെ നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലെഫ്റ്റ് എൻഡിലെത്തി. ലെഫ്റ്റ് എൻഡ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് നമ്മുടെ ഡി സ്ലൈഡ് വാൽവ്. ഇവിടെ ഈ വാൽവ് കാണാണ്ട്, ഇതാണ് ഡി സ്ലൈഡ് വാൽവ്. ഇയാൾ എന്താ ചെയ്യണേ, ആദ്യത്തെ കണ്ടീഷനിൽ ഇയാള് ഈ പോർട്ടിനെ, ഇത് പോർട്ട് എ ആണ്, ഇത് പോർട്ട് ബി ആണ്, ഈ പോർട്ടിനെ എ എന്നുള്ള പോർട്ടിനെ അയാൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. എ എന്നുള്ള പോർട്ടിനെ അയാൾ ക്ലോസ് ചെയ്തു അല്ലേ, ക്ലോസ് ചെയ്തു. ബി എന്നുള്ള പോർട്ടിൽ കൂടെ സ്റ്റീം ഉള്ളിൽ പോകാനായിട്ട് അയാൾ ഹെൽപ്പ് ചെയ്തു അല്ലേ. മൗസ് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല, സോറി. അങ്ങനെ ഹെൽപ്പ് ചെയ്തു. ഇനി ഈ റൊട്ടേഷൻ, ഫ്ലൈ വീല് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഷാഫ്റ്റ്, ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ നോക്കിക്കോളൂ, ഡി സ്ലൈഡ് വാൽവ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കൂ, പിസ്റ്റൺ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഡി സ്ലൈഡ് വാൽവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. അങ്ങനെ പിസ്റ്റൺ അതർ എൻഡിൽ എത്തുമ്പോൾ ഡി സ്ലൈഡ് വാൽവ് നമ്മൾ പോർട്ട് ബിനെ ക്ലോസ് ചെയ്യും, പോർട്ട് എ കൂടെ ഇനി സ്റ്റീം കയറി ചെല്ലും. അപ്പൊ എന്താ ഉണ്ടാവുക, സ്റ്റീം ഇവിടെ കയറി ചെല്ലുമ്പോൾ പിസ്റ്റൺ തിരിച്ചു മൂവ് ചെയ്യും. അങ്ങനെ പിസ്റ്റൺ താ പോകുന്നു. ഇത് ഇങ്ങനെ നടക്കും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ വർക്കിംഗ് ഓഫ് ഡബിൾ ആക്ടിങ് എൻജിൻ. ആൻഡ് ലാസ്റ്റ് സംഭവം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റീം എൻജിൻ ആണ്. സിംഗിൾ ആക്ടിങ്, ഡബിൾ ആക്ടിങ് ആണ് ഒരു ക്ലാസിഫിക്കേഷൻ. അഗൈൻ ഇതിലൊക്കെ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും. സിംഗിൾ ആക്ടിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സൈഡ്, പിസ്റ്റന്റെ ഒരു സൈഡിൽ മാത്രമേ, സിലിണ്ടറിന്റെ ഒരു സൈഡിൽ മാത്രമേ എൻട്രി ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 സൈഡിലും നിങ്ങൾക്ക് മാറി മാറി സ്റ്റീം എൻട്രി ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഡബിൾ ആക്ടിങ് സിലിണ്ടർ ആണ്. ഡബിൾ ആക്ടിങ് സിലിണ്ടർ യൂസ് ചെയ്യുന്ന സെറ്റപ്പാണ് ഡബിൾ ആക്ടിങ് സ്റ്റീം എൻജിൻ. സിംഗിൾ ആക്ടിങ് സിലിണ്ടർ ആണെങ്കിൽ അത് സിംഗിൾ ആക്ടിങ് സ്റ്റീം എൻജിൻ ആണ്. ദെൻ ഹൊറിസോണ്ടൽ സ്റ്റീം എൻജിൻ ഉണ്ട്, വെർട്ടിക്കൽ സ്റ്റീം എൻജിൻ ഉണ്ട്. ആക്സിസ് അനുസരിച്ചായിരിക്കും പറയുണ്ടാവുക അല്ലെ. ഓക്കെ, ദെൻ അടുത്തൊരു ചേഞ്ച് എന്താ, സ്ലോ സ്പീഡ് സ്റ്റീം എൻജിൻ ഉണ്ട്,
ദെൻ മീഡിയം സ്പീഡ് സ്റ്റീം എഞ്ചിൻ ഉണ്ട്, ദെൻ ഹൈ സ്പീഡ് സ്റ്റീം എഞ്ചിൻ ഉണ്ട്. എന്താണ് ഇതിന്റെ ഡിഫറൻസ്? അവിടെ ക്രാങ്ക് എന്ന് പറഞ്ഞു അല്ലെ, ആ ഫ്ലൈ വീലിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള, ഡ്രൈവിംഗ് റോഡിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള റൊട്ടേറ്റിംഗ് എലമെന്റ് അല്ലെ, അതിന്റെ RPM N എന്ന് പറയുകയാണെങ്കിൽ അത് ലെസ് ദാൻ 100 ആണെങ്കിൽ സ്ലോ സ്പീഡ്, ഗ്രേറ്റർ ദാൻ 250 ആണെങ്കിൽ ഹൈ സ്പീഡ്, അപ്പോൾ ബിറ്റ്വീൻ ആണെങ്കിൽ മീഡിയം സ്പീഡ്. ഇങ്ങനെയാണ് കാറ്റഗറൈസേഷൻ. നമുക്കൊരു 5 കാറ്റഗറൈസേഷൻ പഠിക്കണം, കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പോൾ കാണാൻ പോവാണ് കേട്ടോ. അതിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കാണാം, ഇതല്ലാതെ ഒന്നും വന്നിട്ടുണ്ടാവില്ല. കണ്ടൻസിങ് സ്റ്റീം എഞ്ചിൻ, നോൺ കണ്ടൻസിങ്. നമുക്കറിയാം കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഓഫ് എവാപ്പറേഷൻ ആണ്. ലിക്വിഡ് ടു വേപ്പർ ആണ് എവാപ്പറേഷൻ, വേപ്പർ ടു ലിക്വിഡ്, സ്റ്റീമിനെ കൂൾ ചെയ്ത് വാട്ടർ ആക്കുന്നത് കണ്ടൻസേഷൻ അല്ലെ. അപ്പൊ അതിന്റെ പേരിൽ തന്നെ കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റീം എഞ്ചിൻ എന്നുള്ള ഇത് ഒരു കണ്ടൻസർ എന്നുള്ള ഡിവൈസിലേക്ക് വിടുകയാണ്. എന്നിട്ട് അതിനെ, ആ സ്റ്റീമിനെ, ആ വർക്കിംഗ് കഴിഞ്ഞ സ്റ്റീമിനെ കൂൾ ചെയ്ത് വാട്ടർ ആക്കി. ഈ വാട്ടറിനെ തന്നെ വീണ്ടും സ്റ്റീം എഞ്ചിന്റെ അടുത്തുള്ള ബോയിലറിലേക്ക് സർക്കുലേറ്റ് ചെയ്തു. അങ്ങനെ യൂസ് ചെയ്യാൻ പോകും. അങ്ങനത്തെ സെറ്റപ്പ് അവിടെ ഉണ്ടെങ്കിൽ കണ്ടൻസർ വേണം, കാരണം കൂളാക്കണ്ടേ. അതാണ് കണ്ടൻസിങ് സ്റ്റീം എഞ്ചിൻ. ഇനി അങ്ങനെയല്ല, ചില പഴയ സ്റ്റീം എഞ്ചിനൊക്കെ നേരെ ഈ വർക്കിംഗ് കഴിഞ്ഞ സ്റ്റീമിനെ അങ്ങോട്ട് പുറത്തേക്ക് വിടും, അതിനെ പിന്നെ യൂസ് ചെയ്യില്ല. അത് ഡയറക്റ്റ് എക്സോസ്റ്റ് ടു അറ്റ്മോസ്ഫിയർ ചെയ്യുകയാണെങ്കിൽ നോൺ കണ്ടൻസിങ് സ്റ്റീം എഞ്ചിൻ. ദെൻ സിമ്പിൾ സ്റ്റീം എഞ്ചിൻ, കോമ്പൗണ്ട് സ്റ്റീം എഞ്ചിൻ. ഇതെന്താന്ന് മാത്രമേ എനിക്കൊന്ന് പറയാനുണ്ടാവുള്ളൂ. അവിടെ നിങ്ങൾ ഒരു സിലിണ്ടർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ വെച്ചാൽ അത് സിമ്പിൾ സ്റ്റീം എഞ്ചിൻ ആണ്. ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റീം ലൈറ്റർ അവർ ഡിസ്കവർ ചെയ്ത് കൊണ്ടുവന്ന സ്റ്റീം എഞ്ചിൻസ് ഒക്കെ കോമ്പൗണ്ട് ആയിരുന്നു. കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റീം നല്ല ടെമ്പറേച്ചറും പ്രഷറും ഉള്ളതാണ്. അതുപയോഗിച്ച് ഒരു സിലിണ്ടറിൽ വർക്കിംഗ് കഴിഞ്ഞിട്ടുള്ള സ്റ്റീമിനെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളൊരു ലോ പ്രഷർ സിലിണ്ടർ കൂടി അതിന്റെ അടുത്ത് വെക്കും. ഈ 2 സിലിണ്ടറിന്റെ ഔട്ട്പുട്ട് നിങ്ങളുടെ ക്രാങ്കിൽ കമ്പൈൻ ചെയ്യും. നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, മൾട്ടി സിലിണ്ടർ എഞ്ചിൻ പോലത്തെ ഒരു സെറ്റപ്പ് ആണ് അല്ലെ. അങ്ങനത്തെ മൾട്ടി സിലിണ്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് എക്സ്പാൻഷൻ ഇസ് ഡൺ ഇൻ മോർ ദാൻ 1 സിലിണ്ടർ, then it will be a compound steam engine. അപ്പോൾ എനിക്ക് തന്ന സമയത്തിൽ തന്നെ എനിക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുകയാണ്. ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഈ 30th എക്സാം എഴുതാൻ പോകുന്ന ഒരുപാട് കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ സീക്വൻസ് നമ്മൾ ചെയ്യുന്നു. 4 ക്ലാസ് ആണ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മുടെ ബഹുമാനപ്പെട്ട റിട്ടയർഡ് HOD പൗലോസ് സാറ് മൊഡ്യൂൾ 3 ചെയ്ത വീഡിയോ നമ്മുടെ അസാപ്പിന്റെ പ്ലാറ്റ്ഫോമിലുണ്ട്, നിങ്ങളത് കാണണം. ഇനി ഏത് ഇതാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. സ്പെസിഫിക് ഔട്ട്കം എന്നുള്ള സിലബസ് കണ്ടന്റ് ഉപയോഗിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതിനനുസരിച്ചുള്ള നോളജ് നിങ്ങൾ എക്സാമിന് എക്സ്പ്രസ് ചെയ്യുക. പക്ഷെ ചില ഇതിൽ ഫിഗർ വരയ്ക്കണം. ആ ഫിഗർ വരച്ചും കൂടി നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇനി എക്സാം എഴുതാൻ പോകുന്ന ഇപ്പൊ S3 പഠിക്കുന്ന ഫ്രണ്ട്സിനും ഒരുപാട് നല്ല സ്കോർ BME ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മുടെ റിവിഷൻ ക്ലാസ്സിന്റെ കണ്ടന്റ്സ് കഴിഞ്ഞു. ഇനി എനിക്കൊരു 2 മിനിറ്റും കൂടി സാർ തരണം. വിഷ്ണു സാർ, ഞാൻ ജസ്റ്റ് ഇതുവരെ നമ്മുടെ റിവിഷൻ 2015 സിലബസ് ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതിൽ വന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ എല്ലാവർക്കും അറിയാലോ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പാർട്ട് A 6 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അത് പാർട്ട് B ആണ്. പിന്നെ 15 മാർക്കിന്റെ യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമുക്കിപ്പോൾ അറിയാം, ഇപ്പൊ നമ്മുടെ ഈ 30th എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരുടെ ഒരു സപ്പോർട്ടിംഗ് ഫാക്ടർ എന്ന് പറയുകയാണെങ്കിൽ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് 75 മാർക്കിന് അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇനിയും ഓൾറെഡി യൂണിറ്റിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ ഇനിയും നിങ്ങൾക്ക് അതിനുള്ളിലും നമ്മുടെ അതോറിറ്റീസ് ഓപ്ഷൻസ് തരികയാണ്. ഇപ്പൊ പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാവാം. 30 മാർക്ക് മാത്രമേ പാസ്സാവാൻ വേണ്ടൂ. BMEയിലൊക്കെ എൻ്റെ റിക്വസ്റ്റ് ഒരു A ഗ്രേഡിന് മേലെ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. സ്പെസിഫിക് ഔട്ട്കം വൈസ് പഠിച്ചാൽ മതി. അതേപോലെ തന്നെ ഫിഗർ വേണ്ട സ്ഥലത്ത് അത് വരയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, ഈ മെറ്റീരിയൽ എല്ലാവർക്കും ഷെയർ ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്ക് നോക്കിയ സമയത്ത് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും നോക്കിയിട്ടുണ്ടാവും. ബോയിലർ മൗണ്ടിങ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബോയിലർ, വെറ്റ് സ്റ്റീം, ഡ്രൈ സ്റ്റീം, സൂപ്പർ ഹീറ്റർ സ്റ്റീം, ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റീം എഞ്ചിൻ, വർക്കിംഗ് ഓഫ് ലാമോണ്ട് ബോയിലർ, എല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇത് ലാസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിന് മുന്നത്തെ എക്സാമിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റീം ബോയിലർ, ഫ്യൂസിബിൾ പ്ലഗ് ആൻഡ് ബ്ലോ ഓഫ് കോക്ക്, വർക്കിംഗ് ഓഫ് കൊഹ്റാൻ ബോയിലർ, ആ സ്കെച്ച് വരയ്ക്കണം കേട്ടോ. ഈ മെറ്റീരിയലുള്ള സ്കെച്ച് വരച്ചു പഠിച്ചോളൂ. സാച്ചുറേറ്റഡ് വെറ്റ് സൂപ്പർ ഹീറ്റർ, ദെൻ ഡബിൾ ആക്ടിംഗ് സ്റ്റീം എഞ്ചിൻ, ബോർഡ് ആൻഡ് ട്യൂബ് പ്രഷർ ഗേജ്, ഏതൊക്കെ പേപ്പർ എടുത്താലും ആ ഒരു 8 സ്പെസിഫിക് ഔട്ട്കം, അതിൽ ഒരു ഔട്ട്കം എന്ന് പറഞ്ഞാൽ സ്റ്റീം യൂസിന്റെ ഭാഗമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സംഭവം മാത്രമാണ്. ആ ഒരു കണ്ടന്റിന് മാറി അതേ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് വരിക.
ഇനി ഈ ഒരു കണ്ടന്റ് പഠിക്കുകയാണെങ്കിൽ BME എന്ന് കിട്ടുന്ന നോളജ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. ആസ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ ഫോർ ദ ജോബ് ഇന്റർവ്യൂസ്, ഫോർ ദ ഫ്യൂച്ചർ job profile, it will be of a basic supporting element. And I request all of you to go through the material. And now I'm having 5 more minutes. If you have any doubt, you can ask those doubts to me. Right, sir? Vishnu sir? ഹലോ sir. ഹലോ sir. ഹലോ സാറേ, ഡബിൾ ആക്ടിംഗ് സ്റ്റീം എഞ്ചിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡബിൾ നമുക്ക് ടൈം സ്റ്റിപ്പുലേറ്റർ ആണ്, പക്ഷെ നിങ്ങൾക്ക് ഇത് വെച്ച് നിങ്ങൾക്ക് തന്നെ കുറച്ചും കൂടി നിങ്ങൾക്കൊരു സിൻസിയർ ആയിട്ട് പഠിക്കാൻ സാധിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ ഒരു സ്പീഡിൽ പോയത്. കാരണം നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും നല്ല കഴിവുള്ളവരാണ്. അവർക്ക് പഠിക്കേണ്ട കണ്ടന്റ് കറക്റ്റായി കാണിക്കുക എന്നുള്ളതാണ് ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് നമ്മൾ അധ്യാപകർ വർക്ക് ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സംഭവം നോക്കിയാൽ അറിയാൻ പറ്റും. ഡബിൾ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിന് 2 എൻട്രി ഉണ്ടാവും. അറ്റ് എ ടൈം ഒരു എൻട്രി കൂടെ സ്റ്റീം ചെല്ലും. അപ്പോൾ മറ്റേ എൻട്രി കൂടെ വർക്കിംഗ് കഴിഞ്ഞ സ്റ്റീം എക്സ്പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കറക്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സ്ട്രാ മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസം ആണ് നമ്മൾ കണ്ട ഈ ഡി സ്ലൈഡ് വാൽവ്. ഐഡിയ എത്രയേ ഉള്ളൂ, പിസ്റ്റൺ മൂവ് ചെയ്യുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡി സ്ലൈഡ് വാൽവ് സ്ലൈഡ് ചെയ്യും. അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഒരു ഫ്ലൈ വീല്, എക്സെൻട്രിക് മെക്കാനിസം ഒക്കെ അവിടെ ഉണ്ട്, എക്സെൻട്രിസിറ്റി മെക്കാനിസം ഒക്കെ അവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെ എന്തുണ്ടാവും, പിസ്റ്റൺ ഒരു എൻഡിലാണെങ്കിൽ ഡി സ്ലൈഡ് വാൽവ് മറ്റേ എൻഡിലായിരിക്കും. പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ ഡി സ്ലൈഡ് വാൽവ് സ്ലോലി അതർ എൻഡിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ പിസ്റ്റൺ അതർ എൻഡിലെത്തുമ്പോൾ ഡി സ്ലൈഡ് വാൽവ് ഫസ്റ്റ് ഓപ്പൺ ചെയ്ത പോർട്ടിനെ ക്ലോസ് ചെയ്യും, മറ്റേ പോർട്ടിൽ കൂടെ സ്റ്റീമിനെ കടത്തിവിടും. അപ്പോൾ സ്റ്റീം പ്രഷറൈസ് സ്റ്റീം ചെല്ലുമ്പോൾ പിസ്റ്റൺ വീണ്ടും മൂവ് ചെയ്യും. ഇപ്പൊ പിസ്റ്റന്റെ മൂവ്മെന്റ് ഈ ഡയറക്ഷനിലാണ്. പിസ്റ്റൺ ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യണോ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡി സ്ലൈഡ് വാൽവ് മൂവ് ചെയ്യുക. ഇതാണ് ഡബിൾ ആക്ടിംഗ് എഞ്ചിൻ. സർ ഹലോ സാർ. സാറേ, നമുക്ക് വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ. അതുപോലെ തന്നെ കുട്ടികളുടെ ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു എന്ന് കുട്ടികൾ അറിയിച്ചിട്ടുണ്ട്. ഈ ചാറ്റ് ബോക്സിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ സർ. പിന്നെ അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടൈം 1 മണിക്കൂറായി. നമുക്ക് എങ്ങനെയാണ് വിഷ്ണു സാർ? സർ ഒരു റിക്വസ്റ്റ് സർ, അടുത്ത സെഷന്റെ ഇൻഫർമേഷൻ സ്റ്റുഡൻസിന് കൊടുക്കണം. കാരണം അടുത്ത സെഷൻ ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ, അത് ഇവർക്ക് ഇതിനും യൂസ് ആയിരിക്കും. സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് 11:30-ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊഡ്യൂൾ 1 ആണ്. എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ അടുത്ത സെഷനിൽ എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ സെഷൻ ലെവലിലേക്ക് വരാം. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ സെഷൻ കൈകാര്യം ചെയ്തത് ശ്രീ സജിത്ത് സാറാണ്, ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക്കിലെ ലെക്ചർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ സെഷൻ ഹോസ്റ്റ് ചെയ്തത് ശ്രീ വിഷ്ണു സാർ, ലെക്ചർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ചേലക്കര. അതോടൊപ്പം തന്നെ ഇതിന്റെ പാനലിസ്റ്റ് ആയിരുന്നത് ഷൈൻ CS, ലെക്ചർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് GPTC ആറ്റിങ്ങൽ. അതോടൊപ്പം തന്നെ ശ്രീ അനൂപ് സാർ, HOD മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് GPTC മഞ്ചേരി. അതുപോലെ നമുക്ക് ഇന്ന് സപ്പോർട്ട് നമ്മുടെ ഈ ഒരു റിവിഷൻ സീരീസിനെ സപ്പോർട്ട് ചെയ്യുന്ന സിറ്റർ, അതുപോലെ തന്നെ നമ്മുടെ അസാബ്, ഇവർക്കും നമ്മുടെ ഈ ടീം, അതായത് BME റിവിഷൻ സീരീസ് കൈകാര്യം ചെയ്യുന്ന ടീമിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ പാർട്ടിസിപ്പൻസും നമ്മുടെ ഇന്നത്തെ 2 സെഷനും അതുപോലെ മൺഡേ നമ്മൾ 2 സെഷൻ ഉണ്ട്, ആ സെഷന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. നമ്മൾ വളരെ ഷോർട്ട് പീരീഡിലാണ്, 4 മണിക്കൂർ കൊണ്ടാണ് നിങ്ങളുടെ 3 മൊഡ്യൂളും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നത്. അതും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് അതിൽ നമ്മൾ പറയുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും മറ്റുള്ള സെഷനുകളും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഈ സെഷൻ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു സജിത് സാർ, താങ്ക് യു വിഷ്ണു, താങ്ക് യു അനൂപ് സാർ. ഓക്കെ, താങ്ക്സ് ടു ഓൾ.